ഓക്കെ, നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ഏതാണ്, കൃത്യമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ഏതാണെന്ന് നമ്മൾ പലപ്പോഴും കണ്ടെത്താൻ ബുദ്ധിമുട്ട് ചെയ്യാറുണ്ട് അല്ലേ? നമുക്കത് കൃത്യമായിട്ട് ഒരു സോൺ കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സോൺ വരക്കുമ്പോൾ നമുക്ക് കുറെ കൺഫ്യൂഷൻസ് വരാറുണ്ട്. സോ അതിനൊക്കെ ഒരു ഒരു എന്താ പറയുക, അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് നല്ല സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കണ്ടെത്താൻ പറ്റുന്ന രണ്ട് ടേമുകളാണ് സപ്ലൈയും ഡിമാൻഡും. ഓക്കെ, ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിന്റെ അതേപോലെ തന്നെയുള്ള ഏരിയ ആണ്. സപ്ലൈ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ അതേപോലുള്ള ഏരിയ. ഓക്കെ, ഇപ്പൊ ഞാനൊരു ചാർട്ട് വരക്കാം. ഓക്കെ, ഓക്കെ, ഒരു മിനിറ്റ് എടുക്കാം. ട്രെൻഡാണ് എടുക്കുന്നത്. ഏത് ടൈപ്പ് ട്രെൻഡാണ്? Uptrend. അപ് ട്രെൻഡ് മാർക്കറ്റ് ആണ്. കാരണം ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോണ മാർക്കറ്റാണ് നമ്മൾ അപ് ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഡൗൺ ട്രെൻഡ് ആകുമ്പോൾ സിംപ്ലി ലോവർ ഹൈ ലോവർ ലോ, ലോവർ ഹൈ ലോവർ ലോ, ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് പോണ മാർക്കറ്റാണ് ഡൗൺ ട്രെൻഡ് മാർക്കറ്റ്. ഓക്കെ, ഈ കാര്യം നമുക്കറിയാം. അപ്പം ഒരു അപ് ട്രെൻഡ് ആകുമ്പോഴും അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് ആകുമ്പോഴും നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണുകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, പ്രൈസ് ഇങ്ങനെ ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ്, അതായത് മുമ്പുള്ള ഹൈനെ ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് മൂവ് തുടങ്ങുന്ന ആ ഒരു ഏരിയ ആയിരുന്നു നമ്മൾ സപ്പോർട്ട് സോൺ ആയിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? ശരി. പക്ഷേ നമ്മൾ ഒരു ഡിമാൻഡ് സോൺ ആയിട്ട് ഈ ഒരു സോൺ തന്നെയാണ് ഡിമാൻഡ് സോൺ. പക്ഷേ ഇതൊരു ഡിമാൻഡ് സോൺ ആവണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നല്ല രീതിയിലുള്ള ബൈയിങ്, അതായത് പ്രൈസ് നല്ല രീതിയിൽ മുകളിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റണം. അതായത് ഇവിടെ ഉണ്ടാവുന്ന ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഹൈ ആയിട്ടുള്ള ബിഗ്ഗർ ആയിട്ടുള്ള ക്യാൻഡിൽസ് ആയിരിക്കും ഈ ഒരു ഏരിയയിൽ ഉണ്ടാവുക. ഓക്കെ, നല്ല ബുള്ളിഷ് കാൻഡിൽസ് മാത്രമാണ് ഈ ഒരു ഇമ്പൾസീവ് മൊമെന്റ് എന്നാണ് ഇതിന് പറയാം. ഈ ഒരു ഏരിയയിൽ ഉണ്ടാവുക അത്രയ്ക്കും നല്ല ബുള്ളിഷ് ആയിട്ടുള്ള നല്ല നല്ല ഹൈയിലേക്ക് പോയ കാൻഡിൽസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അത്തരത്തിൽ നമുക്കൊരു ഏരിയ കിട്ടുകയാണെങ്കിൽ ആ ഒരു ഏരിയന്റെ സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ എന്താക്കി എടുക്കുന്നത്, ഡിമാൻഡ് സോൺ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ സപ്പോർട്ടിൽ നിന്ന് വ്യത്യാസപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പ്രൈസ് ഇങ്ങനെ വന്നു, ഈ ഒരു ഏരിയയിലെത്തി. ഓക്കെ, ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഓക്കെ ഓക്കെ പ്രൈസ് ഈ ഒരു ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ എത്തിയിട്ട് പതുക്കെ പതുക്കെ മൂവ് ചെയ്യുകയാണെങ്കിലും ഇതിനെ സപ്പോർട്ട് എന്ന് തന്നെയാണ് വിളിക്കുക. പക്ഷേ ഡിമാൻഡ് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ പ്രൈസ് ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞ ശേഷം നല്ല ഇമ്പൾസീവ് ആയിട്ട് നല്ല നല്ല പോലെ മുകളിലേക്ക് ഇങ്ങനെ നല്ല ബുള്ളിഷ് കാൻഡിൽസ് ഉണ്ടാക്കിയിട്ട് മൂവ് ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള ടൈമിൽ മാത്രമേ ഈ ഒരു സോണിനെ നമ്മൾ ഡിമാൻഡ് സോൺ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പരിഗണിക്കുള്ളൂ. എന്താ ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ചാർട്ടിൽ കാണുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, Okay. ഇനിയിപ്പോൾ ഒരു റെസിസ്റ്റൻസ് സോൺ, ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിൽ വരുന്ന മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു റെസിസ്റ്റൻസിനെ നമ്മൾ സപ്ലൈ സോൺ ആയിട്ട് പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് എന്ത് ചെയ്യണം, നല്ല ഇമ്പൾസീവ് ആയിട്ടായിരിക്കണം മാർക്കറ്റ് താഴത്തേക്ക് പോന്നിട്ടുണ്ടായിരിക്കേണ്ടത്. അതായത് വലിയ വലിയ അല്ലെങ്കിൽ ബിഗ്ഗർ ആയിട്ടുള്ള റെഡ് കാൻഡിൽസ് വെച്ചിട്ടാവണം മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് താഴേക്ക് പോന്നിട്ടുണ്ടാവേണ്ടത്. ഓക്കെ, ഇതിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള ഒരു ലോജിക്ക് എന്താന്ന് വെച്ചാൽ, സപ്പോസ് ഇവിടെ മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോയ സമയത്ത് ബിഗ്ഗർ ആയിട്ടുള്ള ഗ്രീൻ കാൻഡിൽസ് അല്ലെങ്കിൽ ബുള്ളിഷ് കാൻഡിൽ ഉണ്ടാക്കിയിട്ടാണ് പോയത് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇത് മീനിങ് ചെയ്യുന്നത്, ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാൽ, ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേ ഔട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഏരിയയിൽ നിന്ന് ബൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള വലിയ കാൻഡിൽസ് ഇവിടെ ഫോം ആവുള്ളൂ. മനസ്സിലായോ? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മീൻസ് മേജർ ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരൊക്കെ ഈ ഒരു ഏരിയയിൽ വന്ന് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക? ഇവിടെ അത്രയ്ക്കും വലിയ വലിയ ക്യാൻഡിൽസ് ഫോം ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്ത അല്ലെങ്കിൽ അവര് ബൈ ചെയ്ത ഏരിയ ആണ് ഇത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ ഡിമാൻഡ് സോൺ ആയിട്ട് പരിഗണിക്കുന്നത്. അതിന്റെ സെയിം കേസ് തന്നെയാണ് ഈ ഒരു സപ്ലൈ സോണിലും വരുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടുന്ന് സെല് ചെയ്തുകൊണ്ടാണ് ഇത്രയ്ക്കും ബിഗ്ഗർ ആയിട്ടുള്ള റെഡ് കാൻഡിൽസ് ഇവിടെ ഉണ്ടാവാനുള്ള റീസൺ. ഓക്കെ, അപ്പോൾ അവര് സെല് ചെയ്ത ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അത്രയ്ക്കും സെല്ലിംഗ് നടക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. സോ നമുക്ക് ഇത് എങ്ങനെ ട്രേഡിങ്ങിൽ ഉപയോഗപ്പെടുത്താം?
ഇനി അഥവാ കുറച്ച് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും ഇതേപോലെ താഴേക്കുള്ള സെല്ലിങ് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് ബൈയിങ് പ്രതീക്ഷിക്കാം. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഓൾറെഡി വാങ്ങിച്ച ഒരു ഏരിയയാണ്. അവരുടെ പെൻഡിങ് ഓർഡറുകൾ, അല്ലെങ്കിൽ അവരിനി ഫുള്ളായിട്ടൊന്നും വാങ്ങിച്ചിട്ടുണ്ടാവില്ല. അവരിപ്പോൾ ഒരു 1000 ലോട്ട് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 700 ലോട്ടൊക്കെ ആ ഒരു ടൈമിൽ വാങ്ങിച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കി 300 ലോട്ട് അവിടെ പെൻഡിങ് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് എത്തുന്ന സമയത്ത് ഈ ഒരു ഓർഡറും അവിടെ ഫില്ലാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡിമാൻഡ് സോൺ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് ചെയ്തൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമുക്ക് ഷുവറായിട്ട് ബൈ എൻട്രീസ് നമുക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാൻ പറ്റും. മനസ്സിലായോ പറഞ്ഞത്? ചെറുതായിട്ടൊരു ഐഡിയ കിട്ടിയോ? ആ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ സപ്ലൈ സോൺ, ഓക്കെ, ഇത് ഫോം ചെയ്യുന്ന രീതിയും കുറേ വ്യത്യാസങ്ങളുണ്ട്. അതായത് നല്ല ഓരോ ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഡിമാൻഡ് സോൺ രണ്ട് രീതിയിൽ ഫോം ആവും. അതേപോലെ സപ്ലൈ സോണും ഇതേപോലെ രണ്ട് രീതിയിൽ ഫോം ആവും. അങ്ങനെ മൊത്തത്തിൽ 4 ടൈപ്പ് ഉണ്ട് ഇതിൽ. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈൻ്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഓക്കെ, ഞാൻ ബിഗ്ഗർ കാൻഡിൽസ് എന്ന് പറഞ്ഞില്ലായിരുന്നോ? അതായത് വലിയ വലിയ കാൻഡിൽസ് ഫോം ആവുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. കണ്ടോ, ഇത് വലിയ വലിയ കാൻഡിൽസ് ഫോം ആയ ഒരു ഏരിയ ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ തന്നെ നോക്കാം. ഓക്കെ, ഇപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഒന്ന് റീപ്ലേ ഇടാം. ഓക്കെ, ഇതിപ്പോൾ എന്ത് ട്രെൻഡിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്? ട്രെൻഡ്. അപ് ട്രെൻഡ് മാർക്കറ്റ്. ഈ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് കിട്ടിയോ? ആ, കിട്ടി. കിട്ടി. അപ്പോൾ നമ്മുടെ ട്രെൻഡ് എന്തായി മാറി? റിവേഴ്സ്. റിവേഴ്സ് ആയി മാറി, അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് ആയി മാറി, അല്ലേ? ഉം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു താഴേക്ക് ഇങ്ങനെ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാം, അല്ലേ, ഇത് താഴേക്ക് ബ്രേക്ക് കിട്ടിയ ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ഈ താഴേക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ നമുക്കറിയാം അപ് ട്രെൻഡ് മാറിയിട്ട് ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് നമുക്കറിയാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഉണ്ടാക്കിയ ഈ ഒരു ക്യാൻഡിലിനെ നമ്മൾ എന്താക്കിയെടുക്കും? ഇവിടെ ഉണ്ടാക്കിയ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ എന്താക്കിയെടുക്കും? റെസിസ്റ്റൻസ് സോൺ ആക്കി എടുക്കും, അല്ലേ? ഉം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, എൻട്രീസ് പ്ലാൻ ചെയ്യാം. പക്ഷേ നമ്മളൊരു ഡിമാൻഡ് സോൺ എന്ന് കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ഒരു ഡിമാൻഡ് സോൺ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു സോൺ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് ബ്രേക്ക് കിട്ടി, അല്ലേ? ആ. ഈ ബ്രേക്ക് കിട്ടിയ ഏരിയയിലുള്ള ലാസ്റ്റത്തെ കൂടുതൽ സെല്ലിംഗ് നടന്ന ഏരിയ, ഇവിടെ ലാസ്റ്റ് കൂടുതൽ സെല്ലിംഗ് നടന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ അല്ലേ? അതായത് പ്രൈസ് ഇങ്ങനെ വന്നു, ഇവിടുന്ന് താഴേക്ക് വന്നു, ഇവിടുന്ന് ബൈയിങ് നടന്ന ഏരിയ കേട്ടോ, സോറി, ഇവിടുന്ന് മുകളിലേക്ക് ബൈയിങ് നടത്തി, അല്ലേ? ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഉം. മുകളിലേക്ക് ബൈയിങ് നടത്തി. ഓക്കെ, അപ്പോൾ ഈ ബൈയിങ് നടന്ന ഏരിയ, ബൈയിങ് സ്റ്റാർട്ട് ചെയ്ത ഏരിയ ഇവിടെയാണ്, ബൈയിങ് എൻഡ് ചെയ്ത ഏരിയ ഇവിടെയാണ്. ഓക്കെ, ഓ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ബൈയിങ് നടന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ബിഗ്ഗർ ക്യാൻഡിലാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ഇങ്ങനെ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് ലാസ്റ്റ് ബൈ ചെയ്ത വലിയ ഗ്രീൻ ക്യാൻഡിൽ, അല്ലെങ്കിൽ വലിയ ബുള്ളിഷ് ക്യാൻഡിൽ, അതാണ് നമ്മുടെ ഡിമാൻഡ് സോൺ. ഓക്കെ, ഇപ്പൊ ഈ ഒരു കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ബൈയിങ് നടന്ന ഏരിയ എന്ന് പറയുന്നത് ഇതാണ്, ഇവിടുത്തെ വലിയ ബുള്ളിഷ് ക്യാൻഡിൽ. ഓക്കെ, അതാണ് നമ്മുടെ ഡിമാൻഡ് സോൺ. ഓക്കെ, അപ്പം നമ്മുടെ ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് മുകളിലേക്ക് ഇങ്ങനെ എത്ര ഉണ്ട് വെച്ചാൽ അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ഒരു ക്യാൻഡിൽ മൊത്തമായിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം, ഈ ഒരു ക്യാൻഡിൽ മാത്രം ചൂസ് ചെയ്താണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ മുകളിലേക്ക് ഇങ്ങനെ വിക്കുകളോ അല്ലെങ്കിൽ വേറെ ചെറിയ ക്യാൻഡിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടിയും കവർ ചെയ്ത് മാർക്ക് ചെയ്യാം. രണ്ട് മാർക്ക് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുക. ഓക്കെ, ഉം. ഈ ഒരു ഡിമാൻഡ് സോൺ കണ്ടെത്തിയ രീതി മനസ്സിലായോ? അതായത് ലാസ്റ്റ് നമുക്ക് താഴത്തേക്ക് ബ്രേക്ക് നടന്നു. ഓക്കെ, അപ്പോൾ ബ്രേക്ക് നടന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, അവിടെ ഒരു ബൈയിങ് നടന്നിട്ടുണ്ടാവും. ആ ബൈയിങ് നടന്ന ഏരിയയിലുള്ള വലിയ ക്യാൻഡിലാണ് നമ്മുടെ ഡിമാൻഡ് സോൺ. ഉം. ഓക്കെ, ബൈയിങ് നടന്നു.
ബുള്ളിഷ് ക്യാൻഡിൽ അല്ലേ? ആ, ബൈ നടന്ന ഏരിയയിലുള്ള വലിയ ബുള്ളിഷ് കാൻഡിൽ. അതാണ് പറഞ്ഞത്, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ മുകളിലോട്ട് ക്യാൻഡിൽസ് ഉണ്ടെങ്കിൽ അതും കവർ ചെയ്ത് വേണമെങ്കിൽ സോൺ വരക്കാം, കുഴപ്പമില്ല. ഉം. ഓക്കെ, എന്താ ബ്രോ അതന്നല്ലേ ചോദിച്ചേ? അതെ. ഈ ആ, ലാസ്റ്റ് ബൈയും ചെയ്ത ഏരിയയിലെ വലിയ ബുള്ളിഷ് ക്യാൻഡിൽ മാത്രമേ നോക്കിയാൽ പോരെ? മതി. വേറെ ഇപ്പോ വേറെ ക്യാൻഡിൽ വലുതാണെങ്കിൽ നോക്കേണ്ട കാര്യമില്ലല്ലോ. അതായത് ഇവിടെ ഈ ലാസ്റ്റ് ബൈ, അതായത് ഈ ബ്രേക്കിന് മുമ്പ് ലാസ്റ്റ് ബൈ നടന്ന ഏരിയ എന്ന് പറയുമ്പം ഇതല്ലേ, ഈ ഒരു ഏരിയ അല്ലേ? ആ ഇവിടെ ഉണ്ടായ വലിയ ബുള്ളിഷ് കാൻഡിൽ എടുത്താൽ മതി. ലഹരി ആ പ്രതിരോധ മാർഗങ്ങളാണെന്ന് നമുക്ക് ഓക്കെ, സംശയിക്കാം. ഇനി നമുക്ക് ഓക്കെ. വേണ്ട എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ബ്രേക്ക് കിട്ടി, വലിയ ബുള്ളിഷ് കാൻഡിൽ ഡിമാൻഡ് സോൺ നമ്മൾ എടുത്തു. ഇനി നമുക്കിത് പക്ക ഡിമാൻഡ് സോൺ ആണെന്ന് ഉറപ്പ് വരുത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ സെല്ല് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ സെല്ല് ചെയ്തിട്ടുണ്ട് നമ്മൾ എങ്ങനെ ഉറപ്പ് വരുത്തുക? കമ്പാരിറ്റീവ്ലി ബിഗ്ഗർ ആയിട്ടുള്ള എന്ത് കാൻഡിൽസ്, ബിയറിഷ് കാൻഡിൽസ് ഫോം ചെയ്യണം. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, നല്ല ബിഗ്ഗർ ആയിട്ടുള്ള കാൻഡിൽസ് ആണ് ഇവിടെ ഫോം ചെയ്തേക്കുന്നത്, ശരിയല്ലേ? ആ ഓക്കെ, അപ്പോൾ ഇത് ഒരു ഐഡിയൽ ആയിട്ടുള്ള എന്താണ്, ഒരു സപ്ലൈ സോൺ ആണ്. ഓക്കെ, സെല്ലിംഗ് നടക്കുമ്പോൾ അവിടെ സപ്ലൈ സോൺ ആണ് നമ്മൾ വിളിക്കുക, ബൈയിങ് നടന്നാൽ അവിടെ ഡിമാൻഡ് സോൺ. ഓക്കെ, ഇതാണ് നമ്മുടെ പക്ക ഉം. സപ്ലൈ സോൺ. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു സപ്ലൈ സോണിലേക്ക് പ്രൈസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് താഴേക്ക് സെല്ലിങ് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഏരിയയിലേക്ക് എന്ത് വന്നു? പ്രൈസ് വന്നു, അല്ലെ? നമ്മുടെ ആ ഒരു സപ്ലൈ സോണിലേക്ക് പ്രൈസ് വന്നു. ഓക്കെ, ഇവിടെ നല്ല പോലെ താഴത്തേക്ക് നല്ല പോലെയുള്ള ഒരു സെല്ലിംഗ് നടന്ന ഏരിയയും കൂടിയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലി ഇവിടെ ഈ ഒരു പ്രൈസ് വരുന്ന സമയത്ത് നമുക്കൊരു എൻട്രി പ്ലേസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈൻ്റെ മുകളിൽ കീപ്പ് ചെയ്യാം. നമുക്കൊരു 1:2 ഒക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ തന്നെ പ്രൈസ് താഴത്തേക്ക് മൂവ് ചെയ്ത് കണ്ടോ, അഗ്രസീവായിട്ട് ഉം. മൂവ് ചെയ്തില്ലേ? ഇതിന് റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു മൂവ്മെന്റ് ഇവിടെ നടന്നത് കൊണ്ടാണ്, ഇത്ര നല്ല രീതിയിലുള്ള റെഡ് കാൻഡിൽസ് അല്ലെങ്കിൽ ബിയറിഷ് കാൻഡിൽസ് ഇവിടെ വന്നത് കൊണ്ടാണ് പ്രൈസ് ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങോട്ടേക്കും എന്ത് ചെയ്തത്, മൂവ് ചെയ്തത്. ഉം. ഓക്കെ, ഓക്കെ. ഓക്കെ, ഇത് നമ്മുടെ TP അടിച്ചിട്ടില്ല, ഇത് നമ്മുടെ ബ്രേക്ക് ഈവൻ, കാരണം നമ്മൾ ഈ ഒരു ഏരിയക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു SL കൊണ്ടുവന്നാണ്ട് ഈ ഒരു എൻട്രി പോയിന്റിലേക്ക് മാറ്റും. ഓക്കെ, കാരണം എന്താന്ന് വെച്ചാൽ പ്രൈസ് നമ്മുടെ ടാർഗറ്റ് എവിടെയാണ്? ഇവിടെ വരെ എത്തണം എന്നാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, 1:2 സംഭവങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ എത്തുമ്പോൾ തന്നെ ഏകദേശം 75% പ്രൈസ് കവർ ചെയ്തു അല്ലേ? ഇനി നമ്മൾ ഇവിടേക്ക് പ്രൈസ് തിരിച്ചു വരുന്ന സമയത്ത് നമ്മളിതിങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ഇവിടെ വന്നിട്ട് വീണ്ടും താഴത്തേക്ക് തന്നെ പോകണമെന്ന് പ്രൈസ് ഇല്ല, ചിലപ്പോൾ ഇത് കവർ ചെയ്ത് മുകളിലേക്ക് പോവാം. ഓക്കെ, സോ പക്ഷെ നമുക്ക് അവിടെ എന്ത് വരാൻ പാടില്ല? ലോസ് വരരുത്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 75% ഒക്കെ കവർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ SL ആദ്യം ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആദ്യം നമ്മൾ ആ ഇവിടെയായിരുന്നു പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? നമ്മൾ എൻട്രി എടുത്ത ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ആ ഒരു മോഡിഫൈ ചെയ്യും നമ്മുടെ MT5 പോയിട്ട്. അപ്പോൾ പ്രൈസ് തിരിച്ച് ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാലും പ്രശ്നമില്ല, നമുക്ക് ചിലപ്പം $0 അല്ലെങ്കിൽ -$1 ഒക്കെ ആയിരിക്കും നമ്മുടെ ലോസ് നമ്മൾ മിനിമലാക്കും. ഓക്കെ, അതും ആ പരിപാടികളൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മൾ SMC ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രത്യേക സെഷൻ ഉണ്ട്, ലൈക്ക് എങ്ങനെ നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ കീപ്പ് ചെയ്യണം, നമ്മൾ എന്തൊക്കെ മാനേജ്മെന്റ് അതിൽ നടത്തണം എന്നുള്ളതൊക്കെ. ഓക്കെ, സോ ഇതിന്റെ ഒരു എക്സാമ്പിൾ മനസ്സിലായോ ഈ ഒരു സപ്ലൈ സോണിന്റെ? അത് മനസ്സിലായി. ഡൗട്ട് ഉണ്ടോ? ഇല്ല ഇല്ല, ഈ ക്യാൻഡിൽസ് എത്ര എണ്ണം വരണോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ബിഗർ അങ്ങനൊന്നുമില്ല, ക്യാൻഡിൽസ് ഇതൊരു 3 അതിന്റെ കാൻഡിൽസ് എങ്കിലും ഇടയ്ക്ക് ഉണ്ടാവണം. ഒരു രണ്ട് അതിന്റെ ഇടയിൽ രണ്ട് വേറെ വലിയ ക്യാൻഡിൽ. കാൻഡിൽസ്, വേറെ കാൻഡിൽസ് വന്നാലും കുഴപ്പമൊന്നുമില്ല.
ഒരു രണ്ട് ക്യാൻഡിൽസ് ഒക്കെ വേണം, അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്യാൻഡിൽ ആയാലും മതി. ഇപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു ക്യാൻഡിൽ ഇവിടെ വരെ ഒരു സിംഗിൾ ക്യാൻഡിൽ ഉണ്ടെന്ന് വെച്ചോ, അതുണ്ടായാലും മതി. ഉം. നമുക്ക് വേണ്ടത് ക്യാൻഡിൽസിന്റെ എണ്ണമല്ല, കാരണം ഇങ്ങനെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. പ്രൈസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രൈസ് നല്ല പോലെ റാലി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഓക്കെ ആണോ? ഉം. ഓക്കെ. ഓക്കെ. പിന്നെ ഇവിടെ നോക്കിയേ, ഇവിടെ വേറൊരു എക്സാമ്പിളും കൂടി ഉണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു മാർക്കറ്റിൽ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും അവിടെ ഒരു ക്യാൻഡിൽ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഓർമ്മയില്ലേ? ഉം. ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ വലിയൊരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ, ഇത് ശരിക്കും ഒരു റെഡ് ക്യാൻഡിൽ അല്ലേ, അല്ലെങ്കിൽ ഒരു ബിയറിഷ് ഉം. ക്യാൻഡിൽ അല്ലേ? ഓക്കെ. ഉം. അപ്പം ആ. നമ്മൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഇത് സാധാരണ തിങ്കളാഴ്ചയാണ് സംഭവിക്കാറ്. കറക്റ്റ് തിങ്കളാഴ്ച തന്നെയാണ് ഇത് സംഭവിച്ചത്. മാർക്കറ്റിൽ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയ്ക്കും രീതിയിലുള്ള വലിയൊരു ഫോൾ ഇവിടെ ഉണ്ടാവുന്നതെന്ന്, അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഫോം ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പുള്ള ബൈയിങ് നടന്ന ഏരിയ നോക്കുക. ഓക്കെ. ഉം. ഇപ്പോൾ തൊട്ട് മുമ്പ് ബൈ നടന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയാണ് അവിടെ തൊട്ട് മുമ്പ് ബൈ നടന്ന ഏരിയ അല്ലേ? പ്രൈസ് ഇങ്ങനെ ഒരു ഡൗൺ ട്രെൻഡ് വന്നു, ഉം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബൈയിങ് നടന്നു, പിന്നെ ഇങ്ങോട്ടേക്ക് ഡ്രോപ്പ് ആയി, ശരിയല്ലേ? ആ. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ ഈ ഒരു ഏരിയയിൽ ഉണ്ടാക്കിയ ബിഗ്ഗർ ആയിട്ടുള്ള ക്യാൻഡിൽ എടുക്കുക. അപ്പോൾ ഇതല്ലേ അവിടുത്തെ ഏറ്റവും വലിയ ബുള്ളിഷ് ക്യാൻഡിൽ. ഉം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് ഇങ്ങോട്ട് റൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഓക്കെ. മുകളിലുള്ള ഈ ക്യാൻഡിൽസ് ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ റൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഓക്കെ. അപ്പോൾ ഇത് എൻ്റെ എന്ത് സോണാണ്? എന്ത് ഉം. സോണാണ്? ഇതാണ് സപ്ലൈസ്. നമ്മുടെ സപ്ലൈ സോൺ. കാരണം ഇവിടെ പ്രൈസ് ഇങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു ബൈ നടത്തിയതിനു ശേഷം വലിയൊരു ഗ്യാപ്പോട് കൂടിയിട്ടാണ് എന്ത് ഫോം ചെയ്തത്, ഈ ഒരു പ്രൈസ് ഇവിടെ ഫോം ചെയ്തത്. ഇനി പ്രൈസ് എന്ത് ചെയ്യണം, ഈ ഒരു ഏരിയയിലേക്ക് വരണം. ഓക്കെ. ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സെല്ല് പ്രതീക്ഷിക്കാം. ഓക്കെ. സോ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മുടെ ഏരിയയിലെത്തി, എത്തില്ലേ? നമ്മുടെ ഏരിയയിലെത്തി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാം, ഒരു എൻട്രി പ്ലേസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും. നമുക്കൊരു 1:2 ഒക്കെ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ ഒരു 50 മിനിറ്റിന്റെ സപ്ലൈ സോൺ ആണ് നമ്മൾ കണ്ടെത്തുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ഫ്രെയിമിലാവൂല നമ്മൾ എൻട്രി എടുക്കുക. ഓക്കെ. നമ്മൾ വോയിസ് ബ്രേക്ക് ആവുണ്ടോ? ഉം. ആ, ഇടയ്ക്ക് ബ്രേക്ക് ആയിരുന്നു. ഒരു സെക്കൻഡ്. നെറ്റിന് എന്തോ ഒരു സീനുണ്ട്. കണക്ഷൻ ഒന്ന് മാറ്റിക്കോട്ടെ, വെയിറ്റ്. ഹലോ, കാണാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇപ്പോൾ ഓക്കെ. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 50 മിനിറ്റിലാണെങ്കിൽ ഒരിക്കലും 1 മിനിറ്റ് അല്ലെങ്കിൽ അങ്ങനെ ലോവർ ടൈം ഫ്രെയിമിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കുക. ഓക്കെ. 50 മിനിറ്റിന്റെ ഒരു സപ്ലൈ സോൺ ആണ് കണ്ടെത്തിയെന്നുണ്ടെങ്കിൽ ഒരിക്കലും 50 മിനിറ്റിൽ പോയിട്ട് നമ്മൾ എൻട്രി എടുക്കില്ല. ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സപ്ലൈ സോണിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് എൻട്രി പ്ലേസ് ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യും, ആ ഒരു എൻട്രി നമ്മൾ റൺ ചെയ്യും. ഓക്കെ. ഹലോ, ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ, ഇപ്പം കേൾക്കാം. ഓക്കെ, ഓക്കെ, ഓക്കെ. ഇത് കണ്ടോ, നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് സപ്ലൈ സോണിലേക്ക് കയറി കഴിഞ്ഞ ശേഷമാണ് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിയത്. ഓക്കെ. ഇവിടൊക്കെ എത്തിയപ്പം, ഈ ഒരു സോണിലൊക്കെ എത്തിയപ്പം പ്രൈസ് റിജക്റ്റ് ചെയ്യണത് കണ്ടോ, പ്രൈസ് താഴേക്ക് തന്നെ ഇറങ്ങുന്നത് കണ്ടോ? ഉം.
ഓക്കെ, ഇതാണ് സപ്ലൈ സോണിന്റെ എക്സാമ്പിൾസ്. ഓക്കെ, ഇനി നമുക്കൊരു അപ് ട്രെൻഡിലുള്ള ഒരു ഇത് നോക്കാം. ഇപ്പോൾ ബ്രോ ചോദിച്ചില്ലേ കുറെ വലിയ കാൻഡിൽസ് കുറെ വേണോന്ന് ചോദിച്ചില്ലേ? ഇപ്പോൾ ഉം. ഈ ഒരു ഏരിയ നോക്കിയേ, ഇവിടെ ഒരു ബിഗ്ഗർ ആയിട്ടുള്ള ഒരു കാൻഡിൽ ഉണ്ട് അല്ലേ? ഉം. ഇങ്ങനത്തെ ഒരു കാൻഡിൽ വന്നാലും മതി ബ്രോ. ഓക്കെ, ഈ ന്യൂസ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ക്യാൻഡിൽസ് ആയിരുന്നു. അത് അത് പറ്റില്ല. കാരണം അവിടെ ആക്ച്വലി അവിടെ എൻട്രി വരുന്നത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് ചെയ്തുകൊണ്ടൊക്കെ തന്നെയാണ്. പക്ഷെ എന്താന്നോ, അത് നമുക്ക് രണ്ട് ഭാഗത്തും ലിക്വിഡിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നാലേ കറക്റ്റ് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ട് നമ്മളൊരു ന്യൂസ് കാൻഡിൽ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ന്യൂസ് കാൻഡിൽസ് നമുക്കൊരു ലിക്വിഡിറ്റി മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ കറക്റ്റ് വ്യൂ കിട്ടുള്ളൂ. ഓക്കെ, കാരണം കുറച്ച് ഏരിയാസും കൂടി നമ്മൾ കവർ ചെയ്യാണ്ട്, ഇപ്പൊ FEG, ഓർഡർ ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ കവർ ചെയ്താലേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ ആ പറയുന്നത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇതിപ്പോ ഒരു അപ് ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആയിരുന്നു അല്ലെ? ഈ ഒരു ഏരിയ എത്തിയപ്പോൾ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കൺസോൾട്ടേഷൻ ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? അല്ലേ? ഇത് അപ് ട്രെൻഡിൽ വന്നുകൊണ്ടിരുന്ന മാർക്കറ്റ് ആണ്. ഈ ഒരു ഏരിയ എത്തിയപ്പോൾ കൺസോൾട്ടേഷൻ ആയി. ഓക്കെ, ഈ ഒരു ഹൈ ഉണ്ടാക്കി, ഈ ഒരു ലോന്റെ ഇടയിൽ മാർക്കറ്റ് ഇങ്ങനെ വന്നു. പിന്നെ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നത് ഇവിടെ എത്തിയപ്പോഴാണ്. ഓക്കെ ഓക്കെ, ഇവിടെയാണ് ഹൈ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹൈ ബ്രേക്ക് ചെയ്തു, അതിനുശേഷം വീണ്ടും ഒരു ഹൈ ഇങ്ങോട്ടേക്ക് ബ്രേക്ക് ചെയ്തു, ചെയ്തില്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ വലിയൊരു ബിഗ്ഗർ കാൻഡിൽ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? ഈ കാൻഡിൽ ഫോം ചെയ്താൽ നമ്മൾ എന്താണ് അർത്ഥമാക്കേണ്ടത്? ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ എൻ്റർ ആയിട്ടുണ്ട്. ഓക്കെ, ഒരു സെക്കൻഡ്. ഹലോ. ഓക്കെ, ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ്റർ ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എടുക്കേണ്ട ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത്, ഇവിടെ ഇതൊരു ഡിമാൻഡ് സോൺ ആയി എടുക്കുമ്പോൾ നമ്മൾ ആദ്യം സപ്ലൈ സോണിൽ ലാസ്റ്റ് ബൈയിങ് നടന്ന ഏരിയ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഒരു ബ്രേക്കിന് മുമ്പ് ലാസ്റ്റ് സെല്ലിംഗ് നടന്ന ഏരിയ നോക്കാം. ഇവിടെ ലാസ്റ്റ് സെല്ലിംഗ് നടന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ അല്ലേ? അപ്പോൾ ഈ ഒരു ഏരിയയിലുണ്ടായ ബിഗ്ഗർ കാൻഡിലിനെ നമ്മൾ മൊത്തമായിട്ട് ബിയറിഷ് കാൻഡിൽ, അത് മൊത്തമായിട്ട് നമ്മൾ ഒരു സോൺ ആക്കിയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിമാൻഡ് സോൺ. ഓക്കെ, ഇനി ഈ ഒരു സോണിലേക്ക് പ്രൈസ് വരുന്ന സമയത്ത് നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? ഈ ഒരു സോണിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല ഇല്ല, മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ നമുക്കൊരു എൻട്രി എടുത്തിടാം. ഈ സോണിന്റെ താഴെയായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് 1:2, റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ഉണ്ട്. ഓക്കെ, കണ്ടോ? സിമ്പിൾ ആയിട്ട് നമ്മൾ ടേപ്പ് അടിച്ച കണ്ടോ? ആ ഒരു സോണിലേക്ക് വരുന്നു, അവിടുന്ന് ലിക്വിഡിറ്റി ഗ്രാബ് എന്നാണ് ഇതിന് പറയാം. ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റിന് കിട്ടി, കാരണം ഇവിടെ കൂടുതൽ ബയേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേ ചെയ്ത ഏരിയയാണ്. അവിടേക്ക് തിരിച്ച് മാർക്കറ്റ് വരുമ്പം അവരുടെ പെൻഡിങ് ഓർഡറുകളൊക്കെ എടുത്തിട്ട് മാർക്കറ്റ് നേരെ നമ്മുടെ TP ഏരിയയിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിമാൻഡ് സോണിന്റെ ഒരു ഐഡിയ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് നടന്ന ഏരിയ അല്ലെങ്കിൽ നല്ല രീതിയിൽ സെല്ലിംഗ് നടന്ന ഏരിയ, അതിനർത്ഥം അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ ആക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പെൻഡിങ് ഓർഡറുകൾ അവിടെ ഉണ്ടാവും. അവർ ഈ പെൻഡിങ് ഓർഡർ വെക്കുന്നത് തന്നെ എന്തിനാണെന്നറിയോ? എന്തിനായിരിക്കും അവർ? ഇവരിപ്പോൾ ഒരു 1000 ലോട്ടാണ് ഇവിടുന്ന് വാങ്ങാൻ ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ആണ്, ഇവർ ചിലപ്പോൾ ഒരു 500 വേണ്ട, ഒരു 600 ലോട്ടൊക്കെ ഇവിടുന്ന് വാങ്ങിക്കൊള്ളൂ. ബാക്കി 400 ലോട്ടും അവരിവിടെ പെൻഡിങ് വെക്കും. എന്തുകൊണ്ടാണെന്നറിയോ? പ്രൈസ് കൂട്ടാൻ. ആ, അതായത് ഇവർക്ക് ഇവിടുന്ന് വാങ്ങിക്കണം ഈ ഒരു ഏരിയയിൽ നിന്ന്. ഇപ്പോൾ
നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മാർക്കറ്റിൽ ചെന്നാൽ നമുക്കൊരു സാധനം തരാൻ ഒരാളുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഒരു പച്ചക്കറി കടക്കാരൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് സാധനം വാങ്ങിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇവിടുന്ന് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 1000 ലോട്ട് കൊടുക്കാനുള്ള സെല്ലേഴ്സും അവിടെ വരണ്ടേ? ഓ വരണം, ശരിയല്ലേ? ഉം, ഉം, അപ്പോൾ ഇവിടുന്ന് അവരെന്ത് ചെയ്യും? ചുമ്മാ കയറിയിട്ട് അവിടെ ഉള്ള ആൾക്കാരെ വെച്ചിട്ട് അല്ലെങ്കിൽ ഉള്ള ലിക്വിഡിറ്റി വെച്ചിട്ട് ഉള്ള എമൗണ്ട് ഓഫ് സെല്ലേഴ്സിനെ വെച്ചിട്ട് ഇവർ കുറച്ച് ലോട്ട് അങ്ങോട്ട് വാങ്ങിക്കും. ഓക്കെ, ഇവരിങ്ങനെ ഇവിടുന്ന് ആക്ട് ചെയ്യണം. ഇങ്ങനെ ഒരു വലിയൊരു ക്യാൻഡിൽ ഫോം ചെയ്യണ കാണുമ്പോൾ തന്നെ കുറേ ആൾക്കാരും ഇവിടെ ട്രേഡ് കയറും. അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ കുറേ ആൾക്കാർ എന്ത് ചെയ്യും? ഇവിടുന്ന് കുറേ വാങ്ങിക്കും. മനസ്സിലായോ? ഉം. അവരുടെ വിചാരം എന്താണ്? പ്രൈസ് ഇനി മുകളിലേക്ക് അങ്ങനെ പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കൂടെ കുറെ ആൾക്കാർ ഇവിടുന്ന് വാങ്ങിക്കുക. ഓക്കെ, ഇവിടുന്നൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടാകും. ഓ, കാരണം ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ അവർ ടാർഗറ്റ് ഇവിടെ വെക്കുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കും അവരെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഉം, ഇതും നമ്മളെപ്പോലെ റീറ്റെയിലേഴ്സിന്റെ കഥയല്ല പറയണത്, വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ബാങ്കിന്റെയും ഒക്കെയാണ് സംഭവങ്ങളാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഇവരുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്ത് ഓർഡർ ആയിരിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മൾ വാങ്ങിക്കാൻ ഒരു ബൈ ഓർഡർ ഇടുമ്പം സ്റ്റോപ്പ് ലോസ് എന്ത് ഓർഡർ ആയിരിക്കും? എല്ലാം സെൽ ഓർഡർ അല്ലേ? കാരണം നമുക്ക് നഷ്ടം വരികയാണെങ്കിൽ ഇത്ര വരെ നഷ്ടം വരാൻ പാടുള്ളൂ. ആ നഷ്ടത്തിൽ എൻ്റെ എത്രയാണോ ഞാൻ ലോട്ട് എടുത്തത് അത് സെൽ ചെയ്താണ്ട് ഒഴിവാക്കണം. അതല്ലേ സ്റ്റോപ്പ് ലോസ് കൊണ്ട് ഉദ്ദേശിക്കണേ? അതെ. അപ്പൊ ഇവിടെ കുറെ ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസുകൾ ഇവിടെ ഉണ്ടാകും, ഈ ഒരു ഏരിയയിൽ ഉണ്ടാവും. ഓക്കെ, ഉം, അതായത് ഇവിടെ കുറെ സെല്ലേഴ്സ് ഉണ്ട് എന്നാണ് അതിനർത്ഥം അല്ലേ? അഥവാ പ്രൈസ് ഇങ്ങനെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ SL അടിച്ചാൽ അവിടെ സെല് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്നല്ലേ അതിനർത്ഥം? അതെ. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെ അഗ്രസീവായി വാങ്ങിക്കുന്നതിനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ സെല്ലേഴ്സിന് അല്ലെങ്കിൽ കൂടുതൽ സ്റ്റോപ്പ് ലോസ് ഇവിടെ വരുത്തണം. ഓക്കെ, കൂടുതൽ സ്റ്റോപ്പ് ലോസ് ഇവിടെ വരുത്തിയാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്താണ് സുഖം? തിരിച്ച് മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വരുമ്പം അല്ലെങ്കിൽ അവർ ഈ ഒരു ഏരിയ എത്തുമ്പം എന്ത് ചെയ്യും? ഇവർ 600 ലോട്ട് വാങ്ങിച്ചതൊക്കെ ഇവിടുന്ന് സെൽ ഓഫ് ചെയ്യും, ഇവിടുന്ന് കൊടുക്കും. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് വരൂലേ? ഉം, ഇവിടുന്ന് 600 ലോട്ട് വാങ്ങിച്ച ഉം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഒരു ഏരിയ എത്തുമ്പം ആ 600 ലോട്ടും ഒഴിവാക്കി, അല്ലെങ്കിൽ ഒരു 500 ലോട്ട് ഒഴിവാക്കി സെൽ ചെയ്തു. അപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോയ പ്രൈസ് താഴേക്ക് വരും. ഓക്കെ, താഴേക്ക് വരുന്ന ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ മുമ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കൂടെ വാങ്ങിച്ച ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ട്, അതൊക്കെ സെൽ ഓർഡറുകളാണ്. ഓക്കെ, ഉം, അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്ത് ചെയ്യാം? അവരുടെ ബാക്കി ആദ്യം ഈ ഒരു 1000 ബാക്കിയുള്ള 400 ഓർഡറുകൾ ഇവിടുന്ന് വാങ്ങിക്കാം. അതിനുള്ള അതിനുള്ള സെല്ലേഴ്സിന് അവർക്ക് ഇവിടെ കിട്ടിയോ? അതെ. കിട്ടി. ഓക്കെ, ഇത് പറഞ്ഞത് മനസ്സിലായി? ഒന്നുകൂടി പറയണോ? ഇതാണ് ഇതിന്റെ കറക്റ്റ് മാർക്കറ്റിൽ നടക്കുന്ന സംഭവം. കറക്റ്റ് ഇതാണ്. ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. ഓക്കെ ആണോ? ആ, ഒന്നുകൂടി പറയാം. ഓക്കെ, ആ, അതായത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഏരിയ. ഓക്കെ, അവർ ആക്ച്വലി അവർ 1000 ലോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ അത് തരാൻ മാത്രമല്ല, ആ ഒരു വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെല് ചെയ്യാനുള്ള ആൾക്കാർ അവിടെ വേണം അല്ലെ? അവർക്ക് കൊടുക്കാൻ കുറച്ച് ആൾക്കാർ വേണം. അങ്ങനെ സെല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യും? കുറച്ച് ലോട്ട് മാത്രം, ഒരു 500 ലോട്ട് മാത്രം ഇവർ ഇവിടുന്ന് വാങ്ങിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവിടുന്ന് നല്ലപോലെ മാർക്കറ്റ് മുകളിലേക്ക് പമ്പാവും. അതാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ക്യാൻഡിൽ. ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? ഉം, ആ, ഓക്കെ, അവരിങ്ങനെ ചെയ്യണത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ഇവരിങ്ങനെ കയറുന്ന സമയത്ത്, ഇവരിങ്ങനെ ഇവിടുന്ന് മാർക്കറ്റിൽ വാങ്ങിക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ അവരുടെ കൂടെ ഇവിടുന്ന് വാങ്ങിക്കും. കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബാങ്കുകളൊക്കെ അവരുടെ കൂടെ ഇവിടുന്ന് വാങ്ങിക്കും. അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിൽ ഉണ്ടാകും. ശരിയല്ലേ? ഉം, അപ്പോൾ നമ്മൾ ആദ്യമായി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യും? മേജറായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യും? ഈ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു പൊസിഷൻസ് കുറച്ച് വിൽക്കും. ആക്ച്വലി ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണല്ലോ മാർക്കറ്റ് മേക്ക് ചെയ്യണത്, ലൈക്ക് ഇങ്ങനെ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഉം, അപ്പോൾ ഇവർ ഇവിടുന്ന് കുറച്ച് പോർഷൻ അല്ലെങ്കിൽ കുറച്ച് ലോട്ട് ഇവിടുന്ന് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൈസ് താഴേക്ക് തന്നെ ഇറങ്ങി വരും. ഈ ഒരു ഏരിയ എത്തി. ഓക്കെ, ഈ ഒരു ഏരിയ എത്തിയപ്പോൾ ഇവിടെ രണ്ടാൾക്കാരാണ് ഉള്ളത്. ഒന്ന് നേരത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പെൻഡിങ് വെച്ച ആ 500 ലോട്ട് ഉണ്ട്.
ഓക്കെ. അതേപോലെ ഉം. ഇവിടെ കുറേ ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഈ ഒരു ഏരിയ എത്തുമ്പം ഈ ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിക്കൂലേ? അടിക്കും. അതിനർത്ഥം കൂടുതൽ സെല്ലിങ് മാർക്കറ്റിലേക്ക് വരും, അല്ലേ? ഉം. ഉം. അവരുടെയൊക്കെ ഓർഡർ സെല്ലായി പോകൂലേ? ആ അപ്പൊ ആ ഒന്നുകൂടെ താഴോട്ട് വരുമല്ലേ? അതായത് ഒന്നുകൂടെ താഴോട്ട് വരില്ല. ഈ ഒരു ഏരിയ എത്തുമ്പം അവരുടെ ഓർഡറുകളൊക്കെ സെല്ലായി പോകും, അതായത് സ്റ്റോപ്പ് ലോസ് അടിക്കും. ആ ഓക്കെ. മാർക്കറ്റിൽ കൂടുതൽ സെൽ ഓർഡറുകൾ ഉണ്ടാവും, ഈ ഒരു ഏരിയയിൽ കൂടുതൽ സെൽ ഓർഡറുകൾ ഉണ്ടാവും, ശരിയല്ലേ? ആ അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ സെൽ ഓർഡറുകളൊക്കെ എടുത്തിട്ട് അവരുടെ ഈ 500 ലോട്ട് ഇവിടുന്ന് വാങ്ങിച്ചൂടെ? കാരണം അവർക്ക് വിൽക്കാനുള്ള ഈ ഒരു സെൽ ഓർഡറുകൾ ഇവിടെ കിട്ടിയില്ലേ? അതായത് അവർക്ക് വാങ്ങിക്കാനുള്ള ആ ഒരു സെൽ ഓർഡറുകൾ കിട്ടിയില്ലേ? ആ അത് ഓ മനസ്സിലായി. മനസ്സിലായോ? അവർക്ക് ആ വാങ്ങിക്കണം മനസ്സിലായി. എന്നുണ്ടെങ്കിൽ കൊടുക്കാനുള്ള ആൾക്കാർ വേണം. അപ്പം ആ ശരിക്കും അവരിങ്ങനെ ഈ കൊടുക്കാനുള്ള ആൾക്കാരെയാണ് ഇങ്ങനെ ഒരു പമ്പിലൂടെ ഇവരെ ക്രിയേറ്റ് ചെയ്യണത്. ഓക്കെ. അപ്പോൾ അവർക്ക് ഈ തിരിച്ചിങ്ങോട്ട് രണ്ടാമത് എങ്ങനെ ഈ സെൽ ഓർഡർ ചെയ്യുന്ന വേണം ട്രേഡ് ചെയ്യാനില്ലേ? രണ്ടാമത് ഈ ഒരു വരുന്ന ആ ഓർഡറിന് രണ്ടാമത് വേണം, വരുന്നത്. ഇവിടേക്ക് എത്തുന്ന ഓർഡറിന് വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഇത് ക്രിയേറ്റ് ചെയ്യണത് അവർക്ക് ഇവിടുന്ന് നല്ലപോലെ മുകളിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ആ. ഓക്കെ. അപ്പോൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ആയിരിക്കണം അവരുടെ ടാർഗറ്റ്. ഈ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സെൽ ഓർഡറുകൾ മാർക്കറ്റിൽ വരും. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ലോട്ടുകൾ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഓ, ഇപ്പം ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ. ഞാനിപ്പോൾ ഇവിടുന്ന് കുറച്ച് ലോട്ട് ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് വാങ്ങിച്ചു. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിത് വാങ്ങിക്കണം കണ്ടിട്ട് കുറേ ആൾക്കാർ ഇവിടുന്ന് വാങ്ങിച്ചു, അവരുടെയൊക്കെ SL ഇവിടെ ഉണ്ടാവും. ഓക്കെ. അപ്പം ഉം. ഞാൻ ഈ ഒരു ഏരിയ എത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഉള്ള കുറച്ച് ഞാൻ വാങ്ങിച്ച ഇപ്പോൾ ഒരു 1000 ക്വാണ്ടിറ്റിയിൽ 500 ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 400 ക്വാണ്ടിറ്റി ഞാൻ ഇവിടുന്ന് ഒഴിവാക്കി പ്രോഫിറ്റിൽ ബുക്ക് ചെയ്തു. ഓക്കെ. ഉം. എന്തിനു വേണ്ടിയിട്ടാ? പ്രൈസ് ഇങ്ങനെ ഈ ഒരു താഴേക്ക് വന്നിട്ട് ഇവർക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാൻ വേണ്ടിയിട്ടാ. ഇവർക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ മാത്രമേ എനിക്ക് ബാക്കി ഞാൻ പെൻഡിങ് വെച്ച 500 കൂടി എനിക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റുള്ളൂ. ഉം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതാണ് ചെയ്യണത്. ഓക്കെ. അപ്പോൾ ഒരു ഡിമാൻഡ് അപ്പം സോൺ, പ്രൈസ് ഡിമാൻഡ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ഒരു മീനിങ്. മനസ്സിലായോ? ഉം. എന്താ ബ്രോ ചോദിക്കാൻ വന്നേ? അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷന് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അടുത്ത ഈ ആദ്യം കാണിച്ച വലിയ ബുള്ളിഷ് ക്യാൻഡലിനെ കാട്ടി മുകളിലോട്ട് പോകണ്ടേ പ്രൈസ്? ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷന് പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇങ്ങനെ മുകളിലോട്ട് പോകണം. ഓക്കെ. ആ അപ്പോൾ അവര് ഇവിടെ വെച്ചിട്ട് കുറച്ച് പോർഷൻ ഒഴിവാക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ഇങ്ങോട്ടേക്ക് താഴെ വന്നിട്ട് ഇവിടുന്ന് ഇവിടുന്ന് മുകളിലോട്ട് പോകും. എങ്ങനെ ഇപ്പം താഴെ വന്നില്ല, സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് മുകളിലോട്ട് പോകുമ്പോ ഈ വലിയ ബുള്ളിഷ് ക്യാൻഡലിൽ മുകളിലോട്ട് പോകണ്ടേ പോയി പ്രോഫിറ്റ്? പോയിട്ടുണ്ട്. ഓക്കെ. കണ്ടോ? ആ അപ്പൊ മനസ്സിലായോ? ടാർഗറ്റ് ആയിട്ട് അത് വെച്ചാലും അധികം സേഫ് ആയിരിക്കത്തില്ലേ? ടാർഗറ്റ് ആയിട്ട് ഈ ഫസ്റ്റ് ബുള്ളിഷ് ക്യാൻഡലിന്റെ ഹൈ വെച്ചാലും. ഇവിടെ നമ്മൾ ഇവിടുന്ന് എൻട്രി ആ എടുത്തിട്ടാണോ? ആ മതി. നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോണത്. കാരണം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും, ഈ ഒരു ഏരിയ ആയിരിക്കും. ഓക്കെ. ഓക്കെ. അല്ലെങ്കിൽ ഇവിടുന്ന് എവിടുന്നാണോ പ്രൈസ് താഴേക്ക് ഡൗൺ ആയി തുടങ്ങിയ ആ ഒരു ഏരിയ ആയിരിക്കും നമ്മുടെ ടാർഗറ്റ്. അത് ടാർഗറ്റ് അതൊക്കെയാണ്. അത് SMC-യിലാണ് ഒന്നുകൂടി ഡെപ്ത് ആയിട്ട് പറയാം. ഓക്കെ. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു ആ ഡിമാൻഡ് സോൺ എന്താ, സപ്ലൈ സോൺ എന്താന്ന് പറഞ്ഞതെന്നുള്ളൂ. ഉം. ഓക്കെ. ഇപ്പം നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്താൽ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഹൈ വരെ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ. ഞാൻ 1:2 എന്ന് പറയാനുള്ള റീസൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചില്ലേ, എന്തുകൊണ്ടായിരിക്കും എന്നുള്ള. ഓക്കെ. ഇനി വേറൊരു കാര്യം കൂടി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു റെഡ് ക്യാൻഡിൽ, ഈ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഇവിടുത്തെ ഡിമാൻഡ് സോൺ ആക്കി എടുക്കാൻ നമ്മൾ പറഞ്ഞു, ശരിയല്ലേ? ആ അപ്പോൾ ഈ ഒരു ഇത് എടുക്കുന്നതിനും ഒരു ലോജിക്ക് ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ പ്രൈസ് ഈ ഒരു ഏരിയ എത്തി ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി, അല്ലേ? ഉം. അപ്പോൾ ലാസ്റ്റ് സെല്ലേഴ്സ് വന്ന ഒരു ഏരിയ ആണ് ഇത്, ഈ ഒരു വലിയ ക്യാൻഡിൽ. കൂടുതൽ സെല്ലേഴ്സ് ഉണ്ടായ ഏരിയ ഈ ഒരു വലിയ ക്യാൻഡിൽ അല്ലേ? ആ ആ ഒരു സെല്ലേഴ്സിനെ ഓവർകം ചെയ്തിട്ടാണ് പ്രൈസ് മുകളിലേക്ക് പോയത്, ഉം. ശരിയല്ലേ? ശരി. അപ്പോൾ ആ ഒരു സെല്ലേഴ്സിനെ ഓവർകം ചെയ്ത ഏരിയ എന്ന് പറയുമ്പോൾ ബയേഴ്സ് കൂടുതൽ പവർഫുൾ ആയ ഏരിയ ആയിരിക്കും, അല്ലേ?
അതുകൊണ്ടാണ് സിംപ്ലി നമ്മൾ ഈ ഒരു റെഡ് ബുൾ വലിയൊരു ബിയറിഷ് ക്യാൻഡിൽ എടുക്കണം എന്ന് പറയാനുള്ള റീസൺ. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം. എപ്പോഴും സ്ട്രക്ചർ നോക്കണം കേട്ടോ. സ്ട്രക്ചർ നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യാവൂ. ഓക്കെ, ഇതിപ്പോ എന്ത് സ്ട്രക്ചറിലാണ് മാർക്കറ്റ് ഉള്ളത്, എന്ത് ട്രെൻഡിലാണ് മാർക്കറ്റ് ഉള്ളത്? ക്ലിയർ ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് ആണ് അല്ലേ? ഡൗൺ വന്നു, ഹൈ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ലാസ്റ്റ് ഈ ഒരു ഹയർ ഹൈ കിട്ടിയ സമയത്ത് ഇവിടെ പ്രൈസ് ഇങ്ങോട്ടേക്ക് ബ്രേക്ക് തന്നു അല്ലേ? ഉം. ഈ ബ്രേക്ക് തന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. കാരണം പ്രൈസ് ഇവിടുന്ന് നല്ല പോലെ ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? ഉം. ഇവിടെ നല്ല പോലെ ബുള്ളിഷ് ആയിട്ട് അല്ലെങ്കിൽ നല്ല പോലെ കാൻഡിൽസ് ഫോം ചെയ്ത് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഡിമാൻഡ് സോൺ ഏതാണെന്ന് പ്രോപ്പറാ. ഓക്കെ, ഞാനിവിടെ കുറച്ച് കാൻഡിൽസ് വരക്കാം, കുറച്ച് സോണുകൾ വരക്കാം. ഇത് ഒരു ഡിമാൻഡ് സോൺ 1. ഓക്കെ, ഇത് നമ്മുടെ നെക്സ്റ്റ് ഡിമാൻഡ് സോണ്. ഓക്കെ, ഇത് ഡിമാൻഡ് സോൺ 3. ഓക്കെ, ഫസ്റ്റത്തെ ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇതാണോ? അതൊരു ഡിമാൻഡ് സോൺ ആണോ? ഇതിൽ ഏതാണ്? D1 ആണോ, D2 ആണോ, അതോ D3 ആണോ? D3 ആണ്. കാരണം കൂടുതൽ സെല്ലേഴ്സ് നടന്ന ഒരു ഏരിയ അതാണ് അല്ലേ? അവിടുന്നാണ് പ്രൈസ്. ഓക്കെ, അത് ഓക്കെയാണ്, നമ്മൾ D3 ആണ്. ഓക്കെ, സെക്കൻഡ്. ഓക്കെ, സോ നമുക്ക് നോക്കാം പ്രൈസ് എവിടെ നിന്നാണ് നമുക്ക് ഒരു റിയാക്ഷൻ തരുന്നത് നോക്കാം. നമ്മുടെ D3യിലേക്ക് പ്രൈസ് എത്തിയോ? ഇല്ല. D3 എത്തി. D3 ഇവിടെ ആദ്യം ടാപ്പ് ചെയ്തു അല്ലേ? ടാപ്പ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയോ? എൻട്രി കിട്ടിയോ? പ്രൈസ് വീണ്ടും താഴേക്ക് പോയി. ഓക്കെ, പിന്നെ നമ്മുടെ D1 എടുക്കുക. ഓക്കെ, D1ഉം പ്രൈസ് കവർ ചെയ്തു പോയി അല്ലേ? അപ്പൊ നമുക്ക് D1 ഒഴിവാക്കാം. ഈ D2 ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലേ? D2 ഇവിടെ ഹോൾഡ് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് പിന്നീട് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആ ഒരു മൂവ്മെന്റ് ഇവിടെ തന്നത്. ശരിയല്ലേ? D2ന്റെ ഏരിയ D2ന്റെ ഏരിയ എന്ന് പറഞ്ഞാല് ഇവിടെ ലാസ്റ്റ് ഈ ഒരു ബുള്ളിഷിലേക്ക് മൂവ്മെന്റ് വരുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് ഏരിയ, ലാസ്റ്റ് സെല്ലേഴ്സ് വന്ന ഏരിയ ഇവിടെ വരെ ആയിരുന്നല്ലോ സെല്ലേഴ്സ് വന്നിരുന്നേ അല്ലേ? അല്ലേ, ഇവിടെ കുറെ റെഡ് കാൻഡിൽസ് ഉണ്ട്. ഈ റെഡ് കാൻഡിൽസ് മൊത്തമായിട്ട് എടുത്തതാണ്. ഓക്കെ, അതിന്റെ സംഭവമാണ് ഇനി പറയാൻ പോണത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ബിഗ്ഗർ ആയിട്ടുള്ള ഈ ഒരു കാൻഡിൽ ഇപ്പോഴും ഫെയിൽ ആയിട്ടില്ല. ഈ ഒരു സോൺ ഇപ്പോഴും ഫെയിൽ ആയിട്ടുണ്ടോ? D3 ഇപ്പൊ നമ്മൾ സപ്പോസ് ഇവിടുന്ന് എൻട്രി എടുത്താലും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും. സ്റ്റോപ്പ് ലോസ് അടിക്കൂല. ശരിയല്ലേ? ഓക്കെ, പക്ഷെ നമുക്ക് ഒന്നും കൂടിയും സ്റ്റോപ്പ് ലോസ് കുറെ ഇവിടുന്ന് എടുക്കുമ്പോഴല്ലേ, ചെറിയ സ്റ്റോപ്പ് ലോസ് അല്ലേ നമുക്ക് ഇവിടെ വരുള്ളൂ. നല്ലൊരു റിവാർഡും ഇവിടെ കിട്ടൂലേ? 1:3 ഇവിടെ ടാർഗറ്റ് ചെയ്തൂടെ? ഓക്കെ, ഇവിടെ ആവുമ്പോൾ നമുക്ക് എത്ര ടാർഗറ്റ് കിട്ടുന്നുള്ളൂ? 1:5 ഒക്കെയാണ് ടാർഗറ്റ് കിട്ടുന്നുള്ളൂ. ഓക്കെ, സോ ഇത് എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കണതെന്ന് അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്കൊരു ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ സോൺ കാണുന്ന സമയത്ത് നമുക്ക് 4 രീതിയിലാണ് ഇത് ആക്ച്വലി ഇത് ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ നടക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ഇത് ഫോം ചെയ്യേണ്ട ഒരു രീതി. ഓക്കെ, ബേസിക് ആയിട്ട് നമുക്ക് എന്ത് വേണം? നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻട്രി ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ബിഗ്ഗർ ആയിട്ടുള്ള കാൻഡിൽസ് വേണം. ഓക്കെ, അത് മാൻഡേറ്ററി ആണ്. ഓക്കെ, അതിന് പുറമെ നമ്മളിപ്പോൾ ഒരു സപ്ലൈ സോൺ എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സപ്ലൈ സോൺ. ഓക്കെ, ഇവിടെ സപ്ലൈ സോൺ ആണ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? പ്രൈസ് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ല പോലെ താഴത്തേക്ക് പുഷ് ചെയ്യുമ്പോഴാണ് ഇത് സപ്ലൈ സോൺ ആണ് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ എത്തുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുക. ഓക്കെ അല്ലേ? നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞ കാര്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു
സപ്ലൈ സോണിലേക്ക് പ്രൈസ് വരുന്നതിന് മുമ്പ് ആദ്യം പ്രൈസ് നല്ല പോലെ വന്നു, നല്ല പോലെ ഹൈയിലേക്ക് വന്നു. പിന്നെ ഈ ഒരു സപ്ലൈ സോൺ എത്തുന്നതിന് മുമ്പ് പ്രൈസ് ഒന്ന് ചെറുതായിട്ട് കൺസോൾട്ടേഷൻ ചെയ്തു. കൺസോൾട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പ്രൈസ് പിന്നെ താഴത്തേക്ക് ഡ്രോപ്പ് ആവുന്നത്. അതായത് പ്രൈസ് ഇങ്ങോട്ടേക്ക് നല്ല പോലെ പുഷായി വന്നു. നമ്മൾ സപ്ലൈ സോണായി നമുക്ക് കിട്ടിയ ഒരു ഏരിയ എത്തുന്നതിന് മുമ്പാണ് പ്രൈസ് എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പ്രൈസ് നല്ലപോലെ താഴത്തേക്ക് ഡ്രോപ്പായി. ഓക്കെ, ഇതാണ് നമ്മൾ നോക്കുന്ന ഫസ്റ്റ് മോഡൽ. ഒരു സപ്ലൈ സോൺ ക്രിയേറ്റ് ആവുമ്പം ഇങ്ങനെ ഒരു മോഡൽ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംഭവം നമ്മൾ നോക്കും. ആദ്യം പ്രൈസ് നല്ല പോലെ ഒരു റാലി പോലെ വരണം, അല്ലെങ്കിൽ നല്ല പോലെ മുകളിലോട്ട് വരണം. പിന്നെ ഒരു ഏരിയ കൺസോൾട്ടേഷൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് താഴത്തേക്കുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ, താഴത്തേക്ക് നല്ല പോലെ ഒരു ഡ്രോപ്പ് കിട്ടണം. ഓക്കെ, സോ ഞാൻ ഈ ഒരു ഏരിയ റാലി എന്ന് വിളിച്ചു. ഓക്കെ, പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് വന്ന ഈ ഒരു ഏരിയ റാലി എന്ന് വിളിച്ചു. ഓക്കെ, പ്രൈസ് ഈ ഒരു ഏരിയ കൺസോൾട്ടേഷൻ ചെയ്ത ഈ ഒരു ഏരിയനെ ബേസ് എന്ന് വിളിച്ചു. പിന്നെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്റ്റീവായ ഈ ഒരു ഏരിയനെ അല്ലെങ്കിൽ ഈ ഒരു ഡ്രോപ്പിനെ ഡ്രോപ്പ് എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഒരു റാലി ബേസ് ഡ്രോപ്പ് ഈ രീതിയിലാണ് പ്രൈസ് മൂവ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നോ, ഈ ഒരു ബേസ് ഏരിയ ഇല്ലേ, ഈ ഒരു ബേസ് ഏരിയയെ മൊത്തമായിട്ട് നമുക്കൊരു സപ്ലൈ സോൺ ആക്കിയിട്ട് സെലക്ട് ചെയ്യാം. ഓ, മനസ്സിലായോ? മനസ്സിലായി. ഇതാണ് ഒരു ഒരു മോഡല്. ഓക്കെ, ഇതിന് നമ്മൾ ഷോർട്ടിൽ നമ്മൾ RBD എന്ന് പറയും. RBD അഥവാ റാലി ബേസ് ആൻഡ് ഡ്രോപ്പ്. ഓക്കെ, ഇനി ഒരു പ്രൈസ് വന്നത്, ഒരു ഡിമാൻഡ് സോൺ പറയുകയാണെങ്കിൽ പ്രൈസ് നല്ലപോലെ താഴത്തേക്ക് പുഷ് ചെയ്തു. അതിനുശേഷം പ്രൈസ് ഒന്ന് കൺസോൾട്ടേഷനിൽ വന്നു, ഇവിടുന്ന് വീണ്ടും മുകളിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആദ്യം എന്താ ഉള്ളത്, ഒരു ഡ്രോപ്പ് ആണുള്ളത് അല്ലേ. ഡ്രോപ്പ് ആൻഡ് ഈ ഒരു ഏരിയ ആണ് നമ്മുടെ ബേസ്. പ്രൈസ് കൺസോൾട്ടേഷൻ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ബേസ്. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു, ഇവിടുന്ന് റാലി ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ബേസിനെ നമ്മൾ മൊത്തമായിട്ട് എടുത്തിട്ട് ഈ ഒരു ഏരിയയാണ് നമ്മുടെ ഡിമാൻഡ് സോൺ. ഓക്കെ, ഇതിന് നമ്മൾ എന്താ വിളിക്കുക, DBR, ഡ്രോപ്പ് ബേസ് റാലി. RBD ആൻഡ് DBR. ഈ മോഡൽ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു എക്സാമ്പിളിലേക്ക് വരാം. ഓക്കെ, ഇവിടെ എന്ത് ടൈപ്പാണ് നമ്മളിപ്പോൾ പഠിച്ച ഡിമാൻഡ് സോണിൽ പഠിച്ച എന്ത് ടൈപ്പാണ് ഇവിടെ കാണാൻ പറ്റുക? DBR. DBR ഉണ്ട്. കാരണം പ്രൈസ് ഈ ഒരു ഏരിയ ഇവിടുന്ന് നല്ലപോലെ താഴത്തേക്ക് ഡ്രോപ്പായി. ഇവിടെ ഒരു ബേസ് ഫോം ചെയ്തോ, താഴെ ഒരു കൺസോൾട്ടേഷൻ ഫോം ചെയ്തു. ആ ഒരു കൺസോൾട്ടേഷൻ നമ്മളൊരു ഡിമാൻഡ് സോൺ ആക്കി എടുക്കുകയാണെങ്കിൽ അവിടെ എത്തിയിട്ടല്ലേ മാർക്കറ്റ് പിന്നെ നല്ലപോലെ പുഷ് ചെയ്ത് പോയത്. ഓ, ഓക്കെ, അപ്പോൾ ഒരു ഡ്രോപ്പ് ഇവിടെ ഉണ്ട്, ബേസ് ഇവിടെ ഉണ്ട്, ഇങ്ങോട്ടേക്ക് ഒരു റാലി ഇവിടെ ഉണ്ട്. ഓക്കെ, DBR ഈ ഒരു ഏരിയ മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ രണ്ട് കാര്യങ്ങൾ കൂടിയും രണ്ട് മോഡലും കൂടിയുണ്ട്. ഇത് നോട്ട് ചെയ്തോ സംഭവം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ? സ്ക്രീൻഷോട്ട് എടുത്തോ? ഓക്കെ, ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സംഭവം. ഓക്കെ, നമുക്കൊരു സപ്ലൈ സോൺ. ഓക്കെ, ഒരു വേണ്ട, സപ്ലൈ സോണിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം പ്രൈസ് എന്ത് ചെയ്യണം, ഇപ്പൊ റാലി ബേസ് ഡ്രോപ്പ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ്, പ്രൈസ് ആദ്യം നല്ല പോലെ ഡ്രോപ്പ് ചെയ്യാം. അതിനുശേഷം ഒരു ഏരിയയിൽ കൺസോൾട്ടേഷൻ, വീണ്ടും താഴത്തേക്ക് ഡ്രോപ്പ്. ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് നല്ലപോലെ ഡ്രോപ്പായി. ഓക്കെ, ഇവിടെ നമുക്കൊരു ബേസ് കിട്ടി, വീണ്ടും ഡ്രോപ്പ് കിട്ടി. അപ്പോൾ ഈ ഒരു ഏരിയ ഈ ഒരു ബേസ് ഏരിയ എന്ത് ഏരിയ ആയിരിക്കും? സപ്ലൈ സോൺ.
കാരണം ഈ ഒരു ബേസ് കഴിഞ്ഞതിന് ശേഷം പ്രൈസ് മുകളിലേക്ക് പോയതല്ല ചെയ്തത്, താഴേക്ക് ഡ്രോപ്പ് ആയേക്കാണ്. സോ ഒബ്വിയസ്ലി ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? സെൽ എൻട്രീസ് പ്ലാൻ ചെയ്യാം. മനസ്സിലായോ? ഈ ഒരു മോഡൽ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ആ, അപ്പൊ ഇനി ഏഹ്, ഇതാണെങ്കിലോ എങ്ങനെയായിരിക്കും? ഡിമാൻഡ് സോൺ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അവിടെ ബേസിക്. റാലി കഴിഞ്ഞതിന് ശേഷം ഒരു ബേസ് ഫോം ചെയ്യണം, വീണ്ടും ഒരു റാലി. ഓക്കെ. അപ്പൊ ഈ ഒരു ബേസ് ആയിരിക്കും നമ്മുടെ എന്ത്? ഡിമാൻഡ്സ്. ഡിമാൻഡ് സോൺ. ഓക്കെ. സോ ഇത് നമ്മുടെ റാലി. ഓക്കെ. ഇത് നമ്മുടെ ബേസ്. ഓക്കെ അല്ലേ? സോ ഇത് നമ്മൾ വിളിക്കുന്ന പേര് DBD എന്നാണ്. ഓക്കെ. ഇത് നമ്മൾ വിളിക്കുന്ന പേര് RBR. ഓക്കെ. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി. ഓക്കെ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, പ്രശ്നമില്ല. ഈ ഒരു മോഡൽ മനസ്സിലായോ? ആ, ഓക്കെ. സ്ക്രീൻഷോട്ട് എടുത്തില്ലേ? ക്ലിയർ ആയിട്ടെ? ആ, ഓക്കെ. സോ നമുക്കിതിന്റെ ഈ ബേസ് എക്സാമ്പിൾസ് കൂടി. ബേസ്. ബേസിലോട്ട് തിരിച്ചു വരുമ്പോഴേ ആ അത് ബേസ് കഴിഞ്ഞ് ആ ഡിമാൻഡ് സോൺ കഴിഞ്ഞ് താഴോട്ട് പോയ അങ്ങനത്തെ കേസ് ഉണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പം ട്രേഡ് എടുക്കാൻ പറ്റുമോ? വേറെ അതായത് എന്തെങ്കിലും കൺഫർമേഷൻ? മനസ്സിലായില്ല, 2 പ്രാവശ്യം വരുമ്പോഴാണോ? ഇപ്പൊ മുകളിലോട്ട് പോയ ബേസ് കഴിഞ്ഞ് ആ എന്നിട്ട് അടുത്ത പ്രാവശ്യം ബേസിലോട്ട് വരുമ്പോ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുമോ? ആ അതാണ് നമ്മൾ പറഞ്ഞത്. കാരണം ഇപ്പൊ ഒരു റാലി കഴിഞ്ഞതിന് ശേഷം ഒരു ബേസ് വന്നു, കൺഫർമേഷൻ. ഒരു റാലി വീണ്ടും വന്നു അല്ലേ? ഇതാണ് നമ്മുടെ ഡിമാൻഡ് സോൺ. ഇവിടെ എത്തുമ്പോൾ നമുക്ക് എന്തായാലും ട്രേഡ് എടുക്കാം. പക്ഷെ നമ്മൾ കയറിപ്പോയി ട്രേഡ് എടുക്കില്ല. ഇവിടെ നിന്നൊക്കെ നമ്മൾ കൺഫർമേഷൻ നോക്കിയിട്ട് തന്നെ ട്രേഡ് എടുക്കുള്ളൂ. ഓക്കെ. ഇപ്പൊ ഈ ഒരു ട്രേഡ് ഇവിടെ എത്തിയെന്ന് വെച്ചോ. ഇപ്പൊ നമ്മുടെ ഈ ഒരു TP ഇവിടെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ ഒരു ഏരിയ ആയിരുന്നു നമ്മുടെ TP വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഇവിടെ എത്തി. ഓക്കെ. ഇനി സപ്പോസ് മാർക്കറ്റ് വീണ്ടും ഇതേ ബേസിലേക്ക് തന്നെ വരികയാണെന്ന് വെച്ചോ. ഓക്കെ. അങ്ങനത്തെ കേസിലും നമുക്ക് കൺഫർമേഷൻ നോക്കിയിട്ട് ഇവിടുന്ന് ട്രേഡ് എടുക്കാം. ഇപ്പൊ ഒരു വട്ടം ടാപ്പായി, രണ്ടാമത്തെ വട്ടം ടാപ്പായി, മൂന്നാമത്തെ വട്ടാണ് പ്രൈസ് ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഡിമാൻഡ് സോണിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ ട്രേഡ് നോക്കരുത്. ഫസ്റ്റത്തെ 2 വട്ടം നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ. ചിലർ പറയും മൂന്നാമത്തെ വട്ടവും നമുക്ക് ട്രേഡ് എടുക്കാമെന്ന് പറയും, പക്ഷെ അത് നമുക്ക് ഭയങ്കര റിസ്ക് ആണ്. ഓക്കെ. നമുക്ക് ഈ ഓൾറെഡി ഇവിടെയുള്ള പെൻഡിങ് ഓർഡറൊക്കെ എടുത്തു അല്ലെ? മാർക്കറ്റ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെച്ചിരുന്ന പെൻഡിങ് ഓർഡർ ഒക്കെ എടുത്തു. പിന്നെ ഇവിടെ ഒരു ഓർഡർ ഉണ്ടാവുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ലോജിക്കല്ല. അപ്പോൾ പിന്നെ ഇവിടുന്ന് എൻട്രി എടുക്കുന്നത് അധികം ചിലപ്പോൾ ഒന്ന് പുഷ് കാണിച്ചിട്ട് പിന്നെ താഴേക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ആ ഒരു ഡിമാൻഡ് സോണിലേക്ക് പ്രൈസ് എത്താൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം പ്രൈസ് അവിടെ എത്തുമ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? എൻട്രി എടുക്കുക. ഓക്കെ. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. USD മാറ്റാം കേട്ടോ. USD. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. നമുക്ക് ഇവിടുന്ന് ഒരു സ്ട്രക്ചർ നോക്കാം. ഓക്കെ. ഇപ്പൊ ഇതിങ്ങനെ ഡൗൺ ട്രെൻഡ് വന്നുകൊണ്ടിരുന്ന മാർക്കറ്റ് ആയിരുന്നു, ഇങ്ങോട്ട് അപ്പ് ട്രെൻഡിലേക്കായി. ഓക്കെ. വീണ്ടും ഡൗൺ ട്രെൻഡ് ആയി, വീണ്ടും അപ്പ് ട്രെൻഡ് ആയി. അത് ഇവിടെ ബ്രേക്ക് കിട്ടി, താഴത്തേക്ക് ബ്രേക്ക് കിട്ടി. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ഈ ഒരു ഏരിയ നമുക്ക് എന്ത് കിട്ടി? താഴത്തേക്ക് ബ്രേക്ക് കിട്ടി. ഓക്കെ. ഇവിടെ ഈ മാർക്കറ്റിൽ അല്ലേ? ഇല്ലേ? കണ്ടോ? കേൾക്കാം. ഇല്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ നോക്കിയേ,
പ്രൈസ് ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് റാലി ചെയ്തിട്ടുണ്ട്. താഴത്തേക്ക് ഒരു ബേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ബേസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് നമ്മൾ വിസിബിൾ ആയിട്ടൊന്ന് ഒരു കൺസോൾട്ടേഷൻ നടത്തിയിട്ടുണ്ടോ? ഉം. ആ, ഉണ്ട്. ഈ ഒരു ഏരിയയിൽ ചെറിയൊരു കൺസോൾട്ടേഷൻ ഉണ്ട് അല്ലേ? ഈ ഒരു ഏരിയയിൽ. ആ, ഓക്കെ. അപ്പോൾ ഒരു റാലി, ബേസ് ആൻഡ് ഡ്രോപ്പ്, RBD. ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബേസ് എന്താക്കി എടുക്കാം? ഈ ഒരു ബേസ് ഉണ്ടല്ലോ, സപ്ലൈ സോൺ ആയിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സപ്ലൈ സോൺ. ഈ ഒരു കൺസോൾട്ടേഷൻ നടന്ന ഈ ഒരു ഏരിയയാണ് നമ്മുടെ സപ്ലൈ സോൺ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സപ്ലൈ സോണിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി പ്ലേസ് ചെയ്യാം. ഓക്കെ. ഉം. അവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്തുണ്ടോ? അഗ്രസീവായിട്ട് മൂവ് ചെയ്തില്ലേ? ഉം, ഉം. ഓക്കെ. ഇതാണ് നമ്മൾ പറഞ്ഞ RBD എന്നുള്ള ആ ഒരു സംഭവത്തിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ. ഓക്കെ. ഉം. ഇനി ഇതിൽ നമ്മൾ ആഡ് ഓൺ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞു മാർക്കറ്റിൽ എന്ത് വേണം, പ്രൈസ് ഒരു റാലി ബേസ് ഡ്രോപ്പ് അല്ലെങ്കിൽ റാലി ബേസ് റാലി അങ്ങനെ ഒരു ഫോർമാറ്റ് ഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അതേപോലെ പിന്നെ ബേസ് ഏരിയ ഉണ്ടാവണം എന്ന് പറഞ്ഞു അല്ലേ? നല്ല പോലെ ഒരു ഉം. ഡ്രോപ്പ് കിട്ടിയ ഏരിയ ആവണമെന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊന്നാണ്, ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സപ്ലൈ സോൺ ഇവിടെ കിട്ടി അല്ലേ? നമുക്ക് ഇങ്ങനെ ഒരു ഉം. സപ്ലൈ സോൺ ഇവിടെ കിട്ടി. ഈ ഒരു സപ്ലൈ സോണിലേക്ക് പിന്നെ മാർക്കറ്റ് വന്ന ആ ഒരു പ്രൈസിന്റെ ആക്ഷൻ നോക്കിയേ. ഇവിടെ വന്ന ക്യാൻഡിൽസ് ഒക്കെ എങ്ങനെയൊക്കെയാണ് വന്നത്? ചെറിയ 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 ക്യാൻഡിൽസ് വെച്ചിട്ടല്ലേ വന്നത്? ഉം. ഉം. വളരെ അടുത്തടുത്തടുത്തുള്ള ക്യാൻഡിൽസ് വെച്ചിട്ടാണ് മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വന്നത് അല്ലേ? ഉം. ഇങ്ങനത്തെ ഒരു സിനാരിയോ എപ്പോൾ സംഭവിച്ചാലും ഓക്കെ, പിന്നെ നമ്മൾ അവിടുന്ന് വേറൊരു കൺഫർമേഷൻ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ. ഇത് ഉം. ഇത് അർത്ഥാക്കണം എന്താന്ന് വെച്ചാൽ, മാർക്കറ്റിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ബയേഴ്സിനെ അല്ല ഇവിടെ കൊണ്ടുവരുന്നത്. ഓക്കെ. ഇവിടൊക്കെ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ഇവിടൊക്കെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. ഓക്കെ. ഇപ്പൊ പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ഒരു 3 സ്റ്റോപ്പ് ലോസ് ഇവിടെ കിട്ടുള്ളൂ അല്ലേ? ഇവിടെ പകരം ചെറിയ ഉം. ചെറിയ ക്യാൻഡിൽസ് വെച്ചിട്ട് അപ്പൊ കുറേ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്ക്, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇവിടെ ടാർഗറ്റ് ചെയ്യാനുള്ള ആൾക്കാർ ഇവിടെ ആയോ? സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയോ? അതായത് ഇവിടുന്ന് എൻട്രി എടുക്കുന്ന ആൾക്കാരുണ്ടാവും, ഇവിടുന്ന് മുകളിലേക്ക് എൻട്രി ആ, എടുക്കുന്ന ആൾക്കാരുണ്ടാവും, ഇവിടുന്ന് എൻട്രി എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ സ്റ്റോപ്പ് ലോസ് ഈ എൻട്രി എടുക്കുന്നതിന്റെ താഴെയായിരിക്കും. ശരിയല്ലേ? ആ, ആ. അപ്പോൾ കൂടുതൽ സ്റ്റോപ്പ് ലോസ് ഉള്ള ഒരു ഏരിയ ആയിട്ട് ഇത് മാറും. ഉം. ഓക്കെ. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഇങ്ങനെ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ ടിക്കായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ വളരെ എന്താ പറയുക, കൺജസ്റ്റഡ് ആയിട്ടാണ് ഇങ്ങനെ പ്രൈസ് നമ്മുടെ ഈ ഒരു സപ്ലൈ ഏരിയ അല്ലെങ്കിൽ ഡിമാൻഡ് ഏരിയയിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടുന്ന് എൻട്രി പ്ലേസ് ചെയ്യാം. ആ ഒരു റീസൺ കൊണ്ടാണ് പ്രൈസ് ഇവിടുന്ന് ഇത്രക്കും അഗ്രസീവായിട്ട് താഴത്തേക്ക് മൂവ് ചെയ്തത്. കണ്ടോ? നെക്സ്റ്റ് ക്യാൻഡിൽ വെച്ചിട്ട് തന്നെ പ്രൈസ് നല്ലപോലെ താഴത്തേക്ക് മൂവ് ചെയ്ത് കണ്ടോ? ഓ. മനസ്സിലായോ? ആ, മനസ്സിലായി. ഓക്കെ. ഇനിയിപ്പോ ഇത് ഇപ്പൊ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇത് അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തുന്നത്, നമ്മൾ ഒരു എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കും. ഇത് ഒരു ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി ആണ്. ഓക്കെ. ഉം. സോ ഈ ഒരു ഏരിയ ഇത്രയ്ക്കും മൂവ് കിട്ടാനുള്ള റീസൺ ഇതാണെന്ന് മാത്രം. ഇനിയിപ്പോൾ നമുക്കൊരു ഡിമാൻഡ് സോൺ ഉണ്ട് എന്ന് വെക്കുക. ഓക്കെ. പ്രൈസ് ആദ്യം അവിടുന്ന് നല്ല പോലെ ഇപ്പോൾ ഒരു റാലി കഴിഞ്ഞിട്ട് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിമാൻഡ് സോൺ ആണ്, അവിടുന്ന് റാലി ചെയ്തു. പിന്നെ പ്രൈസ് ഇങ്ങോട്ടേക്ക് വരുന്നത് എങ്ങനെയാണ് നോക്കുക. ഇങ്ങനെ ഇതേപോലെ പ്രൈസ് ചെറിയ ലോ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് വളരെ തിക്കായിട്ടാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് നല്ല ഭയങ്കര പുഷായിരിക്കും നമുക്ക് പിന്നെ അവിടെ നിന്ന് കാണാൻ പറ്റുക, ഈ ഒരു ഡിമാൻഡ് സോണിൽ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ. ഓക്കെ ആണോ? ഉം. ഓക്കെ. ഈ ഒരു ഐഡിയ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഇത് നല്ലപോലെ ഒന്ന് ചാർട്ടിൽ വർക്കൗട്ട് ചെയ്യണേ, എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു ഐഡിയ കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഓക്കെ. ഇനിയിപ്പോ ഇതൊരു ഡിമാൻഡ് സോൺ, നമ്മൾ നേരത്തെ കണ്ടെത്തിയ ഡിമാൻഡ് സോൺ ആണ് അല്ലേ? ഇനി ഇവിടേക്ക് ഉം. ഫ്യൂച്ചറിൽ മാർക്കറ്റ് വരുമ്പോൾ എന്താ ആക്ട് ചെയ്തതെന്ന് കൂടി നോക്കാം. ഓക്കെ. ഒരു വട്ടം മാർക്കറ്റ് വന്നു. ഓക്കെ. ഇവിടെ കണ്ടോ?
ഇവിടെ വീണ്ടും മാർക്കറ്റ് വന്നു അല്ലേ? നമ്മുടെ നേരത്തെ കണ്ടെത്തിയ സെയിം ഡിമാൻഡ് സോണിൽ തന്നെ മാർക്കറ്റ്, സോറി സപ്ലൈ സോണിൽ തന്നെ മാർക്കറ്റ് വന്നു അല്ലേ? ഉം. അവിടെ വന്ന ഉം. സമയത്ത് വീണ്ടും പ്രൈസ് നമുക്ക് ഓപ്പർച്യൂണിറ്റി തന്നില്ലേ? ഉം. ഓക്കെ. പിന്നെ എന്ത് ചെയ്തു? പ്രൈസ് പുതിയ സ്ട്രക്ചർ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് പോയി. ഓക്കെ. ഉം. ഓക്കെ. ഇവിടെ ഇതൊരു അപ് ട്രെൻഡ് മാർക്കറ്റ് അല്ലേ? ഉം. ഓക്കെ. നമുക്ക് ലാസ്റ്റ് ഇവിടെ നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് ഒരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്, ശരിയല്ലേ? ഉം. അതിനുശേഷം മാർക്കറ്റിൽ നല്ല പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്റ്റീവ് ആയിട്ടുണ്ട്. കാരണം ഇവിടെ നിന്നൊന്നും പുൾ ബാക്ക് വന്നിട്ടില്ല. മാർക്കറ്റ് നല്ല പോലെ മുകളിലേക്ക് പുഷ് ചെയ്തൊരു ഏരിയ ആണ് അല്ലേ? നല്ലൊരു അഗ്രസീവ് ഉം. എൻട്രി, അഗ്രസീവ് ബൈയിങ് അല്ലേ ഇവിടെ കാണുന്നേ? സോ നമുക്ക് എന്ത് അതെ. ചെയ്യാം? ഈ ഒരു ഏരിയ നോക്കാം. നമുക്കിവിടെ ഇങ്ങോട്ടേക്ക് ഒരു ഡ്രോപ്പ് ഉണ്ട്, ഇവിടെ ഒരു ബേസ് ഉണ്ട്, ഇങ്ങോട്ട് പിന്നെ റാലി അല്ലേ? ഉം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ബേസ് ഏരിയ മൊത്തമായിട്ട് നമുക്ക് എന്തെടുക്കാം? നമ്മുടെ ഡിമാൻഡ് സോൺ ആക്കി എടുക്കാം. ഓക്കെ. ആൾസോ പ്രൈസ് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്ത ഒരു ബേസും കൂടി ഇവിടെ ഉണ്ട് അല്ലേ? റാലി, ആ. ബേസ്, ഡ്രോപ്പ്. ആക്ച്വലി ഇതൊരു സപ്ലൈ സോൺ ആവേണ്ടതാണ്, ശരിയല്ലേ? ആ. ശരിയല്ലേ? ഇതൊരു സപ്ലൈ ആ. സോൺ ആവേണ്ടതാണ് ഈ മുകളിലുള്ള ബേസ്. പക്ഷെ എന്ത് ചെയ്തു? മാർക്കറ്റ് ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. അപ്പൊ ഈ ബേസിൽ ഇനി ഒരു സെൽ എൻട്രി അല്ല, നമുക്ക് ചിലപ്പോൾ ഇവിടുന്ന് ബൈ എൻട്രീസ് തന്നെ പ്ലേസ്. ഒന്നുകിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ടായിരിക്കും റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മൂവ് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സോണിൽ വന്നിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക. ഉം. ഓക്കെ. നമ്മൾ ആ റോൾ ഓഫ് റിവേഴ്സൽ എന്ന് പഠിച്ചില്ലേ? അതേ സംഭവം തന്നെ. ഉം. ഓക്കെ. ഒരു റാലി, ഒരു ബേസ്, ഡ്രോപ്പ്. നെക്സ്റ്റ് പ്രൈസ് ഇവിടെ എത്തുമ്പോൾ താഴേക്ക് ഡ്രോപ്പ് ആവാൻ സാധ്യത ഉണ്ട്. പക്ഷെ എന്ത് ചെയ്തു? അത് ബ്രേക്ക് ചെയ്താണ്ട് മുകളിലേക്ക് പോയി. അപ്പൊ ഇതൊരു ഡിമാൻഡ് ഏരിയ തന്നെയാണ്, താഴെയുള്ളതും ഒരു ഡിമാൻഡ് ഏരിയ തന്നെയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം എവിടെയായിരിക്കും. പിന്നെ പ്രൈസ് ഇങ്ങോട്ടേക്ക് വന്ന് നോക്കിയേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര തിക്കായിട്ടല്ലേ പ്രൈസ് ഇങ്ങോട്ടേക്ക് വന്നത് ഉം. അല്ലെ? ഇങ്ങനെ അഗ്രസീവ് ആയിട്ടല്ലല്ലോ വന്നത്. പ്രൈസ് ഇങ്ങനെ ചെറിയ 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 കാൻഡിൽസ് ഉണ്ടാക്കിയിട്ടല്ലേ വന്നത്. ആ, അതെ. ഓക്കെ. സോ നമുക്ക് ഈ ഒരു രണ്ട് ഏരിയയിൽ എവിടെന്നെങ്കിലും നമുക്കൊരു എൻട്രി നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കുക, ടാർഗറ്റ് ഈ ഒരു ഹൈ വെക്കുക. പ്രൈസ് കണ്ടോ? ഇവിടുന്ന് നല്ല അഗ്രസീവ് ഉം. ആയിട്ട് മൂവ് ചെയ്തു. കാരണം എന്താ? ആ റോൾ ഓഫ് റിവേഴ്സൽ ആണ് ഇവിടെ വർക്ക് ആയത്. ഓക്കെ ആണോ? ഉം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആ ഉം. റോൾ ഓഫ് മനസ്സിലായി. റിവേഴ്സലും ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ. പക്ഷെ ബേസ് മാറിയിട്ട് ഒരു സപ്ലൈന്റെ ബേസ് എന്തായി മാറും? ഡിമാൻഡിന്റെ ബേസ് ആയി മാറുന്നു മാത്രം. ഉം. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഐഡിയ കിട്ടിയോ ബ്രോ? ഉം. മനസ്സിലായി. ഓക്കെ. ഒരു എക്സാമ്പിളും കൂടി കാണിച്ചു തരാം. സിമ്പിൾ എക്സാമ്പിൾ. ഓക്കെ. പ്രൈസ് ഒരു അപ് ട്രെൻഡിലേക്ക് വന്നു, മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലായിരുന്നു, അപ് ട്രെൻഡ് ആയി. ഫസ്റ്റത്തെ ബ്രേക്ക് ഇവിടെ കിട്ടി, ചെറിയൊരു പുൾ ബാക്ക് കിട്ടി, വീണ്ടും ഒരു ബ്രേക്ക് ഇവിടെ കിട്ടി, ഇവിടെ ഒരു ബ്രേക്ക് കിട്ടി. ഓക്കെ. റാലി, ഉം. ബേസ് ആൻഡ് റാലി, ശരിയല്ലേ? ഓക്കെ. ഉം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു ബേസ് ആക്കി എടുക്കാം. ഈ ഒരു ഏരിയ നമ്മുടെ ബേസ് ആക്കി എടുക്കാം. ഓക്കെ. നമുക്ക് ഇനി ഈ ഒരു ബേസിലേക്ക് മാർക്കറ്റ് എങ്ങനെ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ വളരെ സിമ്പിൾ ആയിട്ടല്ലേ മാർക്കറ്റ് വരുന്നത്? ഉം. അത് അഗ്രസീവ് ആയിട്ടല്ല വരുന്നത് അല്ലേ? ഇങ്ങനെ ഒരു ചെറിയ 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 കാൻഡിൽസ് ഫോം ചെയ്തിട്ടാണ് ഇവിടേക്ക് വരുന്നത്. ഓക്കെ. സോ നമുക്ക് ഇവിടുന്ന് എൻട്രി പ്ലേസ് ചെയ്യാം. ഓക്കെ. ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഇത് വെക്കാം, സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 1:2 വെക്കാം. ഓക്കെ. കണ്ടോ? മാർക്കറ്റ് മൂവ് ചെയ്ത് കണ്ടില്ലേ? സിമ്പിൾ ആയിട്ട് നമ്മൾ ടി പി അടിച്ചു. ഓക്കെ.
ഓക്കെ ആണോ? ഓക്കെ. അപ്പോ ഇവിടൊക്കെ ഈ ഒരു സംഭവങ്ങളില്ലേ, എന്താ പറയാ, ഇവിടൊക്കെ ഇങ്ങനെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്യണത് കണ്ടില്ലേ? ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്യാൻ മീൻസ് അവിടെ കൂടുതൽ എന്താ പറയാ, സെല്ലേഴ്സിനെയും ബയേഴ്സിനെയും ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മാർക്കറ്റ് ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്യണത്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ നമ്മൾ ആ എൻട്രി പോയിന്റിൽ കൺസോൾട്ടേഷൻ ചെയ്യുന്നുണ്ടെന്ന് കണ്ടാൽ പിന്നെ നമ്മൾ പേടിച്ച് എക്സിറ്റ് ആവേണ്ട ആവശ്യമില്ല. കാരണം മാർക്കറ്റ് ഇവിടുന്ന് കൂടുതൽ ആൾക്കാരെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസോൾട്ടേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ കണ്ടിട്ട് പല ആൾക്കാരും ഇവിടുന്ന് എക്സിറ്റ് ആവും. ഓക്കെ, അതുകൊണ്ടാണ് പ്രൈസ് വീണ്ടും കുറച്ച് താഴേക്കും മുകളിലേക്കും ആയിട്ട് ഇങ്ങനെ കളിക്കണേ. അവര് ലാസ്റ്റ് അവർ ഈ ഒരു മൂവ്മെന്റ് അവിടെ അവർ മിസ് ചെയ്യും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതിന്റെ ഐഡിയാസ് ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലായി. ഇങ്ങനെയൊക്കെയാണ് ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോൺ. മനസ്സിലായി. ഇപ്പോൾ ബ്രോക്ക് ഒരു കോൺഫിഡന്റ് ഉണ്ടോ, ലൈക്ക് ആ ഒരു സപ്ലൈ സോൺ അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ കണ്ടെത്താൻ പറ്റുമെന്ന് കോൺഫിഡന്റ് ഉണ്ടോ? ആ, കാരണം ആ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അത്ര കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. അത് ഏരിയ കണ്ടുപിടിക്കാൻ. ഇപ്പൊ ആ ഒരു ഏരിയ കണ്ടെത്തിക്കൂടെ ഈ ഒരു ആ ഐഡിയാസ് വെച്ചിട്ട്? ആ ഓക്കെ, അപ്പോൾ എന്തായാലും അതൊന്ന് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ആക്കുക. ഓക്കെ, ആ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സോ വേറെ എക്സാമ്പിൾസോ കാണിക്കണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ? ഒരു ഡിമാൻഡ് സോൺ പറഞ്ഞു അവിടെ. ഡിമാൻഡ് സോണിന്റെ ഒന്നും കൂടി. ഓക്കെ, പെർഫെക്റ്റ് എക്സാമ്പിൾ നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ബ്രോക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്താ, സിമ്പിളാണ്. ഇവിടെ നമുക്ക് ലാസ്റ്റ് ഇങ്ങോട്ടേക്ക് ബ്രേക്ക് തന്ന സമയത്ത് മാർക്കറ്റ് നല്ല പോലെ ബയേഴ്സ് ഇവിടെ കൊണ്ടുവന്നു അല്ലേ? നല്ല പോലെ ബയേഴ്സ് വന്നു. ഓക്കെ ഓക്കെ, റാലി ബേസ് റാലി, ശരിയല്ലേ? ഇതാണ് നമ്മുടെ ബേസ് ഏരിയ. ഓക്കെ, നല്ല പോലെ മാർക്കറ്റ് ഇവിടേക്ക് ബയേഴ്സിനെ കൊണ്ടുവന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? മാർക്കറ്റ് നമ്മുടെ ഏരിയയിലേക്ക് തിരിച്ചു വരണം. ഭയങ്കര അഗ്രസീവ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ അഗ്രസീവ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൺഫർമേഷൻസ് നോക്കിയിട്ടാണ് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ ഒരു സിമ്പിളായിട്ട് വന്ന മാർക്കറ്റ് അല്ലല്ലോ. ഓക്കെ, നോക്കാം. ഓക്കെ, ഇവിടുന്ന് നമ്മുടെ ടി പി ക്ലിയർ ആയി. ഓക്കെ ആണോ? ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇവിടെ 2 പ്രാവശ്യം നമ്മുടെ ഡിമാൻഡ് സോണിൽ വന്നിട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രോപ്പ് വന്നു അല്ലേ? ഓക്കെ, ഇവിടെ ഒരു ഡ്രോപ്പ് വന്നു, പിന്നെ ഒരു ചെറിയൊരു ബേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു അല്ലേ? ഓക്കെ, ബേസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ മാർക്കറ്റ് നല്ലപോലെ മുകളിലേക്ക് കൊണ്ടുപോയി. ആൾസോ നമുക്ക് ഇവിടെ എന്തുണ്ട്? ബ്രേക്ക് ഉണ്ട്. അതായത് മാർക്കറ്റ് അപ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്തുകൊണ്ട് പോയോണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? അപ്പോൾ ട്രെൻഡും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഇത് ഓരോന്ന് കണ്ടെത്താൻ. ചുമ്മാ ഒരു ഏരിയയിൽ നല്ലപോലെ ബയേഴ്സ് വന്നു എന്ന് പറഞ്ഞിട്ട് കയറിയിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മൾ ഒരു അപ് ട്രെൻഡിലാണ്, അപ് ട്രെൻഡിലാവണം നമുക്ക് ഇങ്ങനെ ഒരു ഡിമാൻഡ് സോൺ കിട്ടേണ്ടത്, അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് ആവണം. ആ ഒരു ഡൗൺ ട്രെൻഡിലാവണം നമുക്ക് എന്ത് കിട്ടേണ്ടത്? ഇങ്ങനെ ഒരു സപ്ലൈ സോൺ കിട്ടേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ, ഇപ്പൊ ഈ ഒരു ഏരിയയിലേക്ക് ഇനി പ്രൈസ് വരുന്നത്, ഇപ്പോൾ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടത്തി അതിനുശേഷം അവിടെയുള്ള കുറച്ച് സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തു. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ഫസ്റ്റ് ടാപ്പ് കിട്ടി. ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്തായാലും ഇതിന്റെ ലോ താഴേക്കായിരിക്കും വെക്കുക. ടാർഗറ്റ് ഇവിടെ. ഓക്കെ, ടാർഗറ്റ് അടിച്ചു. ഓക്കെ, വീണ്ടും മാർക്കറ്റ് എവിടെ വന്നു? ഇതേപോലെ നമ്മുടെ ഡിമാൻഡ്. അപ്പോൾ വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് എൻട്രി കയറി. ഓക്കെ, വീണ്ടും ടാർഗറ്റ് കിട്ടി. ഓക്കെ ആണോ? മൂന്നാമത്തെ വട്ടം ഇനി വന്നാൽ പിന്നെ നമ്മൾ നോക്കൂല. ഓക്കെ, ഇനി എക്സാമ്പിൾസ് കാണിക്കണോ? റെഡി ആണോ? ലെവൽ മനസ്സിലായോ? ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ സിനാരിയോ. ഇതിപ്പോ ഇവിടുന്ന് നല്ലപോലെ ബൈയിങ് നടക്കുന്നുണ്ട്, പക്ഷെ എന്താണ്, ഇതൊരു ഓവറോൾ ഡൗൺ ട്രെൻഡ് ആണ്. അപ്പൊ നമ്മൾ എന്തേ നോക്കുള്ളൂ? അവിടെ ഒരു എന്ത് സോണേ നോക്കുള്ളൂ? സപ്ലൈ സോൺ.
സപ്ലൈ സോണേ നോക്കുള്ളൂ. ഓക്കെ, ഇപ്പൊ ഈ സപ്ലൈ സോൺ നോക്കി നോക്കിയേ, ഇവിടെ നമുക്ക് ഒരു ഡ്രോപ്പ്, ഇതൊരു ബേസ്, വീണ്ടും ഡ്രോപ്പ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ബേസ് ആക്കി എടുക്കാം. ഓക്കെ, ഉം. ഈ ഒരു ഏരിയ നമ്മുടെ ബേസ് ഏരിയ. ഓക്കെ, ഈ ഒരു ബേസ് ഏരിയയിലേക്ക് പ്രൈസ് വന്നതിന് ശേഷം പ്രൈസ് എന്താ ചെയ്ത്, കൺസോൾട്ടേഷൻ നടത്തിയേക്കാണ് അല്ലേ? ഉം. ഓക്കെ, അപ്പൊ നമ്മൾ കൺസോൾട്ടേഷൻ നടത്തി, ഇപ്പം സപ്പോസ് നമ്മൾ ഇവിടെ തന്നെ എൻട്രി എടുത്ത ആളാണെന്ന് വെക്കുക. ഓക്കെ, ഇവിടുന്ന് എൻട്രി എടുത്ത ആൾ ഇവിടെയാണ്, ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട, പേടിച്ചാണ്ട് എന്ത് ചെയ്യണ്ട, അത് ഒഴിവാക്കേണ്ട കേസില്ല. പ്രൈസ് എന്ത് ചെയ്തോളും, മൂവ് ചെയ്തോളും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ എപ്പോഴും നമ്മളൊരു ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ സപ്ലൈ സോൺ കിട്ടിയാൽ അതിന്റെ തൊട്ടടുത്ത് പോയിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കരുത്. ചെറിയൊരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കുക. ഒരു പിപ്പോ അല്ലെങ്കിൽ 10 പിപ്പറ്റോ 5 പിപ്പറ്റോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബ്രീത്തിങ് സ്പേസ്, ചെറിയൊരു സ്പേസ് കൊടുക്കുക. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ, ഇപ്പൊ ഇങ്ങനെ പ്രൈസ് ഇവിടെ കൺസോൾട്ടേഷൻ നടത്തുമ്പം ഇവിടെ കൂടുതൽ ബയ്യേഴ്സിനെ, അതായത് കൂടുതൽ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരെ വരുത്തണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് എന്ത് ചെയ്താൽ മതി, ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് പോണ മാതിരി കാണിച്ചാൽ മതി അല്ലേ? അപ്പൊ കൂടുതൽ ഉം. ആൾക്കാർ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കൂലേ? അപ്പൊ അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇവിടെ മാർക്കറ്റിന് കിട്ടൂലേ? ഓക്കെ, ഉം. അപ്പം ഈ ഇനിയിപ്പോ അത് പോട്ടെ, ഇതിപ്പോ ഒരു സപ്ലൈ സോൺ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോവാണെന്ന് കാണുമ്പോൾ കൂടുതൽ ബയേഴ്സ് ഇവിടുന്ന് കയറൂലേ? അപ്പൊ ഉം. അവരുടെയും സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടാവും. അപ്പൊ കുറെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറെ സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ ഇവിടെ കിട്ടി. ഇപ്പൊ മാർക്കറ്റിന് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് താഴത്തേക്ക് മൂവ് ചെയ്യാം. ആക്ച്വലി ഈ ഇതാണ് മാർക്കറ്റിന്റെ ഫ്യൂവല്. മാർക്കറ്റിനെ താഴത്തേക്ക് മൂവ് ചെയ്യിക്കുന്നത് ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡറുകളാണ്. ഓക്കെ, ഉം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഒരു ഉം. എൻട്രി എടുക്കുന്ന സമയത്ത് ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് എബോവ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. ഓക്കെ, ടാർഗറ്റ് നമ്മുടെ ഫസ്റ്റത്തെ ഈ ഒരു ബ്രേക്ക് നടക്കുന്ന ഏരിയ, അല്ലെങ്കിൽ 1:2. മനസ്സിലായോ? ഒരു ഐഡിയ കിട്ടിയോ? ഉം. മനസ്സിലായി. ഓക്കെ, സോ അതാ ഇനി ബ്രോ എന്ത് ചെയ്യുക, ബ്രോ തന്നെ ചാർട്ടിൽ ഒന്ന് നല്ലപോലെ ഒന്ന് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബ്രോക്ക് ഒന്നും കൂടി കുറെ ഡൗട്ട്സ് വരാം, കുറെ കൺഫ്യൂഷൻസ് വരാം, വീഡിയോ ഒന്നുകൂടി കാണുക. ഇത് മിക്കവാറും ഒരു ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ആയിട്ടായിരിക്കും ഉണ്ടാവും കേട്ടോ വീഡിയോ. ആ. ഓക്കെ, സോ അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ആ. വൈൻഡപ്പ് ചെയ്താലോ? ആ. ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആ. ഇല്ല ഏ, ഇല്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു.